യാക്കോബിൻ്റെ മക്കളോട് തൽക്കാലത്തേക്ക് ചുറ്റുവട്ടമുള്ള ജാതികൾ ഒരുമിച്ച് എതിർക്കും. ഏറെക്കുറെ അവരായിക്കഴിഞ്ഞു, ഏറെക്കുറെ അവർ ഒരുമിച്ച് കഴിഞ്ഞു. ഒരു നല്ല യുദ്ധം നടക്കും. അതോട് ചേർന്ന് ബ്രിട്ടനും അവരുടെ കൊച്ചുമക്കളും ബാലസിംഹങ്ങളും എന്നാണ് വിളിക്കുന്നത്. ബ്രിട്ടനും അതിൻ്റെ ബാലസിംഹങ്ങളും തൽക്കാലം ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കും. പലരും ചേർന്ന് വരും. അങ്ങനെ ഒരു യുദ്ധം ആരംഭിക്കും. അത് മൂന്നാം ലോകമഹായുദ്ധമായി പരിണമിക്കും. ധാരാളം മരണങ്ങൾ നടക്കും. ചെറുതൊന്നുമല്ല. ചില ഏരിയകളിൽ 6ൽ 5 നശിക്കത്തക്കതുപോലെ, ചില ഏരിയകളിൽ 6ൽ 5 നശിക്കത്തക്കതുപോലെ വൻകിട നാശങ്ങളുണ്ടാകും. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ജനത്തിൻ്റെ പിതാക്കന്മാരുടെ അകൃത്യം കുട്ടികളുടെ മേൽ കണക്കിടുന്നത് ഞാനും നിങ്ങളും കണ്ടു തുടങ്ങി. അതിനപ്പുറത്തേക്കത് വരികയാണ്. കാലത്തിൻ്റെ പോക്കിൽ ഇസ്രയേൽ ഒറ്റപ്പെടുകയും ലോകത്തിലെ മറ്റുള്ള സകല ജാതികൾ ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു മൂന്നാം രംഗത്തിലേക്ക് അത് മാറും. ഇന്ന് നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വേദപുസ്തക വെളിച്ചത്തിൽ ഒരു മൂന്നാം സാഹചര്യത്തിലേക്ക് അത് മാറും. അതിനെ തുടർന്ന് യേശു തന്നെ ഇറങ്ങി വരികയും യുദ്ധം നിയന്ത്രിക്കുകയും ചെയ്യും. കാരണം ലോകജാതികൾ ഒരുമിച്ച് ചേർന്ന്, പണ്ടത്തെ നിമ്രോദിൻ്റെ കീഴിൽ പിരിഞ്ഞുപോയ ജാതികൾ ഒരുമിച്ച് ചേർന്ന് അവരെല്ലാം കൂടെ ചേർന്ന് യുദ്ധം ചെയ്യുകയും മാത്രമല്ല എതിർ ക്രിസ്തുവിനെ അവരുടെ നേതാവാക്കി വയ്ക്കുകയും ചെയ്യും. രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി ഗോഗ് ദേശത്തിൻ്റെ പ്രഭുവായ മാഗോഗ് ദേശത്തിൻ്റെ പ്രഭുവായ ഗോഗിനെ, വളരെ ചുരുക്കി പറഞ്ഞാൽ റഷ്യയെ ഒരു നേതൃസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എതിർ ക്രിസ്തുവിനോട് ചേർന്ന് ഒരു ഭാഗത്ത് പ്രവർത്തിക്കും. മറുഭാഗത്ത് ബാക്കി ലോകജാതികൾ ഒരുമിച്ച് ചേരും. നാളധികം പോകത്തില്ല. ഇതിനിടയിൽ കാഹളം ധ്വനിക്കും. ശുദ്ധന്മാർ ഇവിടെ നിന്ന് മാറ്റപ്പെടും. വലിയൊരു ട്രിഗറിങ് പണ്ടൊരിക്കൽ നടന്നതിനകത്ത് ഭൂമിയെ 25 ലക്ഷം കഷണങ്ങളായി തിരിച്ചാൽ അതിലെ ഒരു ചെറിയ ഭാഗം മാത്രമെടുത്ത് അബ്രഹാമിന് കൊടുക്കുകയും 25 ലക്ഷത്തിൽ ഒരു ഭാഗം ഒഴിച്ചാൽ ബാക്കി മുഴുവനും ജാതികൾക്ക് കൊടുക്കുകയും നിമ്രോദിന് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ദൈവം പണ്ട് ഒരു ഡിവിഷൻ നടത്തിയിരുന്നു. ആ അബ്രഹാമിൻ്റെ സന്തതിയായി ജാതികളിൽ നിന്നും വർഗങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ട വലിയൊരു വിഭാഗത്തെ ഒരുമിച്ച് ചേർത്ത് ഒരു വിശുദ്ധ മണവാട്ടിയെ എൻ്റെ കർത്താവ് ഒരുക്കും. എബ്രഹാമിക് ഗ്രൂപ്പ് എന്നതിനെ വിളിക്കാം. ആ പേരൊക്കെ ഇന്നുണ്ട്, ലോകത്തിലെ പേരൊക്കെ ഉണ്ടെങ്കിലും അതല്ല എബ്രഹാമിക് ഗ്രൂപ്പ്. എബ്രഹാമിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ന് ലോകപ്രകാരം വിളിക്കുന്ന ഒരു പേരാണ്. സാക്ഷാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അബ്രഹാമിന് ദൈവം കൊടുത്ത പ്രമാണത്തിലും വ്യവസ്ഥിതിയിലും ദൈവത്തെ സേവിപ്പാൻ വേർപാടോടുകൂടെ ഇറങ്ങിത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ, പഴയ നിയമസഭയും പുതിയ നിയമസഭയും അതിലുണ്ട്, ഒരു വിശുദ്ധ മണവാട്ടിയായി ചേർത്തുകൊണ്ട് ആ ഗ്രൂപ്പിനെയാണ് എബ്രഹാമിക് ഗ്രൂപ്പ് എന്ന് താല്പര്യമായി കർത്താവ് വിളിക്കുന്നത്. ഇത് അത്യല്പമായൊരു ശേഷിപ്പ് മാത്രമേ കാണത്തുള്ളൂ. യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നതുണ്ട്. ലോകത്തിൻ്റെ മജോറിറ്റി, അബ്സല്യൂട്ട് മജോറിറ്റി, ഗ്രേറ്റ് മജോറിറ്റി, ലാർജ് മജോറിറ്റി എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കും. എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപ്രമാണം അടിമുടി അനുസരിക്കുന്ന അത്യല്പമായ ഒരു ശേഷിപ്പിനെ കർത്താവ് വേർതിരിക്കും. അതായിരിക്കും അബ്രഹാമിക് ഗ്രൂപ്പിൽ വരുന്നത്. ഏലിയ ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്, കർത്താവേ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് എടുത്തു പറഞ്ഞു. പക്ഷേ കർത്താവ് പറഞ്ഞ അല്ല ഏലിയാവേ, ബാലിന് മുട്ടുമടക്കാത്ത ഒരു 7000 പേരെ നീ പ്രതീക്ഷിക്കുന്നില്ല. എന്നോട് പലരും പറയാറുണ്ട്, എല്ലാവരും ഇങ്ങനെ പാസ്റ്ററേ, എല്ലാവരും അങ്ങനെ പാസ്റ്ററേ. അല്ല അല്ല അല്ല, ബാലിന് മുട്ടുമടക്കാത്തവരായി 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിട്ടുണ്ട്. അത്യല്പമായോ ഒരു ശേഷിപ്പുണ്ട്. അങ്ങനെ ഈ കാലത്തിലും അത്യല്പമായ ഒരു ശേഷിപ്പുണ്ട് എന്ന് റോമർ 11 നമുക്ക് കാണാൻ കഴിയും. റോമർ 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഈ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യാവോ ഇസ്രയേലിനെ കുറിച്ച്, ഇസ്രയേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെയായിരുന്നാലും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് ഇസ്രയേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവമേ, അബ്രഹാമിൻ്റെ കയ്യിൽ പകുത്തു കൊടുത്ത തലമുറ ഭയങ്കര സ്ട്രാറ്റജിക്കിൽ ആരംഭിച്ച, അതിവിശുദ്ധിയിൽ ആരംഭിച്ച, അതിഗംഭീര വേർപാടിലാചരിച്ച ആ ജനം ഡൈല്യൂട്ടായി ലോകവുമായി ഇടകലർന്നു പോയ ശേഷം ഒരല്പം മാത്രം ശേഷിക്കും. ഒരു ഉപ്പിൻ്റെ പരലെടുത്ത് പച്ചവെള്ളത്തിലിട്ടാൽ
അലിഞ്ഞു പോകുന്നത് പോലെ ആദിമ വേർപാടും വിശുദ്ധിയും അലിഞ്ഞലിഞ്ഞ് ഒരുപാട് നശിച്ചു മാറുമ്പോൾ അത്യല്പമായ ഒരു ശേഷിപ്പ് അതിൻ്റെ നടുവിലുണ്ട്. ബഥേൽ നാം ആ കൂട്ടത്തിലായിരിക്കാൻ മറക്കരുത്. റോമലേഖനം 9-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോം പോലെയാകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശമാകുമായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പിന് വേണ്ടി യേശു നമുക്കായി വില മുടക്കി. ഗലാത്യലേഖനം 3:8 നിന്നിൽ നിന്ന് സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അതൊരു ഭയങ്കര പ്രസ്താവനയാണ്. 25 ലക്ഷത്തിൽ 1 ഭൂമി മാത്രം അബ്രഹാമിന് കൊടുത്തുകൊണ്ട് ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള, അതേലായിരുന്നു ഒരുപാട് പേര് കടിച്ചു തൂങ്ങുന്നത്, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള ആകെ ഭൂമി എടുത്താൽ അതിൻ്റെ 25 ലക്ഷത്തിൽ 1 മാത്രമുള്ള ആ ചില്ലറ നിൻ്റെലോട്ട് തരികയാണ്. പക്ഷേ അബ്രഹാമേ, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. കഴിഞ്ഞൊരു ദിവസം ഒരു ഇസ്രായേലി സഹോദരി ഒരു പ്രസ്താവന പറയുന്നത് കേട്ടു. എന്നെ രോമാഞ്ചം കൊണ്ടു കോരിത്തരിച്ചു. അതിവിടെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതാണ്ട് 10 മിനിറ്റ് എടുക്കും. എവിടെയെല്ലാം ലോകത്തിൻ്റെ 1-ാം സ്ഥാനത്തെത്തുവാൻ ആ 25 ലക്ഷത്തിൽ 1 ജനത്തിന് കഴിഞ്ഞു, വേറെ ഏതെല്ലാം ഏരിയകളിൽ ലോകത്തിൻ്റെ 2-ാം സ്ഥാനത്തെത്തുവാൻ അവർക്ക് കഴിഞ്ഞു. അവർക്ക് ചുറ്റുമുള്ള ജാതികളെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നാൽ അവരുടെ ആകത്തുക പുട്ടപ്പ് ചെയ്യുന്നതിനേക്കാൾ, ചുറ്റുമുള്ള 30-ലധികം രാജ്യങ്ങളുടെ ആകത്തുക പുട്ടപ്പ് ചെയ്യുന്നതിനേക്കാൾ ഉന്നതമായ കണ്ടുപിടുത്തങ്ങളും മറ്റുമായി ദൈവം ഞങ്ങളെ ഇതിൻ്റെ നടുവിൽ നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സഹോദരി എഴുന്നേറ്റ് പറയുന്ന ചില വാചകങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. ഗലാത്യലേഖനം 3:13-14 ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ശാപം മുറിക്കുന്ന ഓരോ സെക്ഷനിലും ശാപങ്ങൾക്കെതിരെ പറയുമ്പോൾ എവിടെയാണ് നമ്മുടെ ശാപങ്ങളുടെ മേലുള്ള വിജയം? ഇത് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. യേശുവിൻ്റെ കാൽവരി ജാതികളിൽ നിന്ന് സകല വിഭാഗത്തെയും അംഗീകരിക്കുന്നവരെ കർത്താവിലേക്ക് ചേർക്കുവാൻ ദൈവത്തെ തയ്യാറായി. അബ്രഹാമിൻ്റെ ഉടമ്പടി അഥവാ അബ്രഹാമിൻ്റെ യാഗമെന്ന് പറയുന്ന ഒരു പ്രത്യേക കർമ്മം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിൻ്റെ യാഗമെന്നതിനെ വിളിക്കുന്നവരുണ്ടെങ്കിലും അതൊരു യാഗമല്ല. കാര്യം അവിടെ ഒരു യാഗപീഠം പണിതിട്ടില്ല. അതിനെക്കുറിച്ച് ഇന്ന് വിശദീകരണം ഈ 40 ദിവസ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിലും കർത്താവിൻ്റെ ദാസന്മാർ ശക്തിയോടെ ഇടപെട്ടു. ഞാൻ ബഥേലിൽ വന്ന ആരംഭകാലം മുതൽ 1983 മുതൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതും എൻ്റെ ഹൃദയത്തെയും സകല ആത്മീയരുടെ ഹൃദയങ്ങളെയും ശക്തമായി ഇളക്കുന്നതുമായ ഒരു ഉടമ്പടിയായിരുന്നു അബ്രഹാമും ദൈവവും തമ്മിൽ നടന്നത്. സാധാരണഗതിയിൽ അവനോട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അവനോട് നീ 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സ് പ്രായമുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുമ്പ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. സാധാരണഗതിയിൽ ഇതൊരു യാഗമല്ല, ഇതൊരു ഉടമ്പടിയാണ്. എന്നാൽ യാഗവുമായി ഇതിന് ഒരുപാട് ബന്ധമുണ്ട്. ഇതിൻ്റെ ബാഹ്യമായ ഒരുപാട് ഘടകങ്ങൾ യാഗത്തെ പോലെ തന്നെയാണ്. ഇത്തരം ഉടമ്പടികൾക്ക് വേണ്ടി വരുമ്പോൾ 3 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടുകൊറ്റൻ, 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, 3 വയസ്സ് പ്രായമുള്ളതായ ഒരു പശുക്കിടാവ് എന്നിവയെ കൊണ്ടുവരണം. ഒരു പക്ഷിയെ കൊണ്ടുവന്നാൽ മതി. ഒന്നുകിൽ ഒരു പ്രാവിൻ്റെ കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു കുറുംപ്രാവ്, ഒരു പക്ഷിയെയും കൊണ്ടുവരണം. ഇവയെ നേർക്കുനേരെ പിളർന്ന് അവയുടെ കണ്ണങ്ങൾ ഇടത്തും വലത്തുമായി വെച്ച്, ഞാൻ ആ പക്ഷിയുടെ കാര്യം പറഞ്ഞത് ക്ഷമിക്കണം, ദർ ഇസ് എ ഡിഫറൻസ്. മൃഗങ്ങളെ കൊണ്ടുവന്ന് അവയെ 2ആയി പിരിച്ച ശേഷം അവയെ ഇടത്തും വലത്തുമായി കഷണങ്ങൾ വയ്ക്കുകയും അതിൻ്റെ നടുവിലൂടെ നടന്ന് ഉടമ്പടി ചെയ്യുന്നവർ തമ്മിൽ ഒരു ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി സ്ഥിരമാകുകയും ചെയ്യും. അത് മാറത്തില്ല. അബ്രഹാം ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങനിക്ക് ഫ്രാത്ത് മുതൽ മഹാനദി വരെ തരുമെന്നുള്ളതിന് അടയാളമായി, അല്ലെങ്കിൽ ഫ്രാത്ത് നദി മുതൽ സമുദ്രം വരെയുള്ള സ്ഥലം തരുമെന്നതിൻ്റെ അടയാളമായി, അല്ലെങ്കിൽ അതിൻ്റെ ഉറപ്പിനായി രേഖാമൂലം ഒന്ന് ഉറപ്പിക്കേണ്ടതിന് എന്ത് രേഖ എനിക്ക് തരും, എനിക്കെന്ത് ഉറപ്പ് തരും? പറഞ്ഞ് നീ കൊണ്ടുപോവാ
അന്നത്തെ കണക്കനുസരിച്ച് ഇവയെ ഖണ്ണം ഖണ്ണമായി വെച്ച ശേഷം ഈ ഖണ്ണങ്ങളുടെ നടുവിലൂടെ ഉടമ്പടി കൊടുക്കുന്നയാളും ഉടമ്പടി വാങ്ങുന്നയാളും രണ്ടുപേരും ഇറങ്ങി നിന്ന് ഇതിൻ്റെ നടുവിലൂടെ നടന്നുകൊണ്ട് അവരെ നടക്കുന്ന സമയത്ത് ഉടമ്പടിയുടെ വാചകങ്ങൾ ചൊല്ലും. എഴുത്തും വായനയും പരിചയമില്ലാതിരുന്ന അധികമില്ലാതിരുന്ന അക്കാലത്ത് ഈ വാക്കുകളായിരുന്നു ഉടമ്പടിയായി ഭൂമിയുടെ രേഖ അബ്രഹാമിന് കൊടുക്കേണ്ടതിന്, ടൈറ്റിൽ ഡീഡ് അബ്രഹാമിന് കൊടുക്കേണ്ടതിന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു കൊണ്ടുവരാൻ. സാധാരണഗതിയിൽ യാഗത്തിന് പ്രാവിൻ കുഞ്ഞോ കുറുമ്പ്രാവോ ഒന്നു മതി. പക്ഷെ ഇവിടെ രണ്ടിനെയും കൂടെ ദൈവം ചോദിച്ചു. ഒന്ന് പുതിയ നിയമസഭയെയും വേറൊന്ന് പഴയ നിയമസഭയെയും കുറിക്കുന്നതായിരുന്നു. അബ്രഹാമേ, അങ്ങേ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ അനുഗ്രഹിക്കാൻ തുടങ്ങുക. നിന്നിലൂടെ ജനിക്കാൻ പോകുന്ന ഇസ്രായേലിനെ മാത്രം അനുഗ്രഹിച്ച് പോകാനൊക്കത്തില്ല. നിന്നിലൂടെ ജാതികളിൽ നിന്ന് ഒരു വീണ്ടെടുപ്പുണ്ട്. ഇന്ന് ബേഥേലിൽ എൻ്റെ മുമ്പിൽ കൂടി ഇരിക്കുന്നവരെ, ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മളെ കണ്ടതിനാൽ അബ്രഹാമുമായി വ്യവസ്ഥ ചെയ്യുന്ന സമയം കർത്താവ് പറഞ്ഞു, നീ രണ്ട് പക്ഷികളെ കൊണ്ടുവന്നേ പറ്റൂ. പഴയ നിയമസഭയും പുതിയ നിയമസഭയും നിന്നിൽ നിന്ന് വരേണ്ടതാകയാൽ, നീ വിശ്വാസികളുടെ പിതാവാകയാൽ നീ രണ്ട് പക്ഷികളെ കൊണ്ടുവരേണം എന്ന് പറയുകയുണ്ടായി. ഞാൻ മുന്നോട്ട് വരാം. തലമുറയായി ഒരു രക്തനിയമം ചെയ്യുവാൻ ദൈവം തീരുമാനിക്കുകയും ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ എനിക്കും നിനക്കും ശേഷം നിന്റെ സന്തതിക്കും മധ്യേയും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത്, നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം, നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. അബ്രഹാമേ, ഞാൻ ഇന്ന് നിന്നോട് നിയമം ചെയ്യുമ്പോൾ ഒരു രക്തച്ചൊരിച്ചിലുണ്ട്. ഈ രക്തച്ചൊരിച്ചിൽ നീ മാത്രമായി നിർത്തരുത്, നിൻ്റെ അനന്തര തലമുറകളും ഇത് പ്രാക്ടീസ് ചെയ്യണം. എന്നുവരെ എൻ്റെ പുത്രനായ ക്രിസ്തു കാൽവറിയിൽ തൻ്റെ രക്തം ചിന്തി ജാതികളിൽ നിന്ന് ഒരു വിഭാഗത്തെ വീണ്ടെടുക്കുന്നത് വരെ അതിൻ്റെ ഓർമ്മയാണ് ഇന്ന് നാം തിരുമേശയിൽ അർപ്പിച്ചത്. അബ്രഹാമേ, ആ സംഭവം നടക്കുന്നത് വരെ നിൻ്റെ സന്തതിയായി പിറക്കുന്ന ആണൊക്കെയും ചെറിയ പ്രായത്തിൽ പരിച്ഛേദന ഏൽക്കുകയും അവരുടെ ശരീരത്തിൽ നിന്ന് അക്ഷരീകമായി രക്തം ഒഴുകുകയും വേണം. നീ പക്ഷികളെ കൊണ്ടുവാ, മൃഗങ്ങളെ കൊണ്ടുവാ, ഞാൻ നിന്നോട് വ്യവസ്ഥ ചെയ്യാൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, അബ്രഹാം പക്ഷികളെ പിളർന്നില്ല. ഇതൊരു ഭയങ്കര ആർഗ്യുമെൻ്റൽ ഇഷ്യൂവാണ്. ഒരുപാടിടങ്ങളിൽ ഈ ആർഗ്യുമെൻ്റൽ ഇഷ്യൂ ഉണ്ട്. ഇന്ന് പകൽ സമയം കുറവുള്ളിടത്ത് ഇത് വേണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിർബന്ധമായി വേണമെന്ന് പരിശുദ്ധാത്മാവനെ ഹേമിച്ചതിനാലാണ് ഈ ഒരു പ്രത്യേക സ്ലൈഡ് ഇവിടെ ഇടുവാനിടയായത്. എന്തുകൊണ്ട് അബ്രഹാം പക്ഷികളെ പിളർന്നില്ല? ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദയവായി വായിക്കാമോ? ലേവ്യ പുസ്തകം 1-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പക്ഷികളെ യാഗം കഴിക്കുമ്പോൾ അവയെ 2 കഷണം ആക്കരുത് എന്ന് കാണാം. ദയവായി ഒന്ന് വായിക്കാമോ? യഹോവയ്ക്ക് അവൻ്റെ വഴിപാട് പറവജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ചു പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതിൻ്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്തിങ്കൽ പിഴിഞ്ഞു കളയണം. അതിൻ്റെ തീൻപണ്ടം മലത്തോടുകൂടെ പറിച്ചെടുത്ത് യാഗപീഠത്തിന്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണീരിടുന്ന സ്ഥലത്തിടണം. അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ ദഹിപ്പിക്കണം. ഒരു പക്ഷിയെയാണ് കൊണ്ടുവന്ന് യാഗം കഴിക്കുന്നതെങ്കിൽ എന്തൊക്കെ വേണം? അവനെ കൊണ്ടുവന്ന് ഒന്ന് അതിൻ്റെ തല പിരിച്ചു പറിച്ചു കളയണം. സാധാരണ യാഗങ്ങളിൽ സ്ലോട്ടർ ചെയ്യുന്നത് പോലെയല്ല, കൂടുതൽ വേദനപ്പെട്ടാണ് ആ പക്ഷിയെ കൊല്ലുന്നത്. അതിൻ്റെ തല പിരിച്ച് പറിച്ചു കളയണം. അതിൻ്റെ രോമം മുഴുവനും എടുത്തു മാറ്റണം. അതിനെ നടുവേ തുറന്ന്, പിളർന്നല്ല തുറന്ന്, അതിനകത്തുള്ളതായ തീമ്പണ്ടവും അശുദ്ധ ഭാഗങ്ങളും എടുത്തു കളയണം. അതിൻ്റെ രക്തം പിഴിഞ്ഞ് യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. ഇങ്ങനെ ചെയ്യാവുന്നത് എല്ലാ ദോഷവും ഒരു കണക്കിൽ പറഞ്ഞാൽ എല്ലാം സഫർ ചെയ്ത ശേഷം അതിനെ ഒരു കഷണമായി യാഗപീഠത്തിൻ്റെ മേൽ ദഹിപ്പിക്കണം. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു തലപിരിച്ചെന്നതുപോലെ കാൽവറിയിൽ മരിച്ചതും തൻ്റെ രക്തം മുഴുവനും ഒഴിച്ചു കളഞ്ഞതുമായ സംഭവം ഒരു വശത്ത് ഇത് ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് പക്ഷിയെ 2 കഷണമാക്കരുത്? സാധാരണ യാഗങ്ങൾക്ക് കുറുമ്പ്രാവും മതി, അല്ലെങ്കിൽ പ്രാവും കുഞ്ഞു മതി, ഏതേലും ഒന്ന് മതി.
എന്നാൽ അബ്രഹാമേ, അങ്ങയുടെ മുമ്പിൽ 2 കഷണങ്ങൾ വേണം. ഇതിനെ 2 പീസാക്കാൻ പാടില്ല. ആ ഭാഗം ആ ഗൗരവമായി തൊടാൻ ദൈവാത്മാവ് പറഞ്ഞത്. ഒരു പക്ഷിയെ അല്ലെങ്കിൽ കുറുമ്പ്രാവിനെ, പ്രാവിൻ കുഞ്ഞിനെ സഭയോടാണ് ഉപമിക്കുന്നത്. ഒരു സഭയെ 2ആയി പിളർന്നു കളഞ്ഞവൻ വീണ്ടെടുപ്പില്ലാതെ ശിക്ഷിക്കപ്പെടും എന്ന് മറക്കരുത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ചൂടായി സുവിശേഷ വേല ചെയ്യുമ്പോൾ 1-2 ചർച്ചസ് പൊളിച്ചോണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, മോനെ നരകത്തിലടാ, ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാര്യം പക്ഷികളെ പിളർന്ന് യാഗം കഴിച്ചവൻ നിത്യതയിൽ പങ്കില്ലാത്തവനാണ്. പക്ഷിയെ 2ആക്കരുത്. അബ്രഹാമേ, നിന്റെ മുമ്പിൽ ഇടത്തും വലത്തും 2 ഘടക കഷണങ്ങൾ വേണം. പക്ഷേ നിനക്കൊരു പ്രാവിന് 2ആക്കാൻ റൈറ്റില്ല. അതുകൊണ്ട് നീ 2 പ്രാക്കളെ കൊണ്ടുവാ. ഒരു കുറുമ്പ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും, എൻ്റെ ദൈവത്തിൻ്റെ ക്രിയകൾക്കായി സ്തോത്രം, ഒരു കുറുമ്പ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും. എന്നാൽ നമ്മുടെ ഒരു മറുവശം കൂടെ പറയാം. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ വളരുന്ന സഭകളിൽ കാണുവാൻ, പോകുവാൻ, ശുശ്രൂഷിക്കുവാൻ കർത്താവ് കൃപ തന്നു. ഓരോ പട്ടണത്തിൽ ചെന്നാലും ദൈവം തിരഞ്ഞെടുത്ത പ്രധാനമായൊരു സഭ കാണും. അതിൻ്റെ ചുറ്റുവട്ടത്തെല്ലാം കുപ്പിച്ചില്ലുകൾ കിടക്കുന്നത് പോലെ ഈ സഭയിൽ നിന്ന് പൊട്ടിത്തെറിച്ച ഒരുപാടെണ്ണത്തെ കാണാൻ കഴിയും. ഒരുപാടെണ്ണത്തെ കാക്കയെറിഞ്ഞ കല്ല് പോലെ എന്ന് ചിലർ പറയും. പൊട്ടിത്തെറിച്ച് ചെതറിപ്പോയ കുപ്പിച്ചില്ലെന്നാണ് ബേഥേലിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെ ചെതറിക്കിടക്കുന്നത് കാണാൻ കഴിയും. എന്തു പറ്റിയതാ? സ്വർഗത്തിൽ പോകാൻ അർഹതയില്ലാത്തതിനെ തമ്പുരാൻ തള്ളിയ കൂട്ടത്തിൽ ഓരോ അഭക്തന്മാരെ എഴുന്നേൽപ്പിച്ചു. അവർ ചെതറിച്ചതാണ്. ബേഥേലിൻ്റെ വട്ടത്തിലും കിടപ്പുണ്ട്. 86,000-ൽ കുറയാത്ത ആളുകൾ സ്നാനപ്പെട്ട സഭയായത്. എന്തു പറ്റി? പലയിടങ്ങളിലും ദൈവം പലതിനെ പറിച്ചു നട്ട് പാകി വളർത്തി. അവയ്ക്കെല്ലാമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ 2 കഷണമാക്കിയതും പല കഷണങ്ങളാക്കിയതും ചെതറിച്ചതുകളെന്നുമായ അനുഭവങ്ങളുണ്ട്. അബ്രഹാമേ, നിനക്കതുണ്ടാകരുത്. കാര്യം ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സാധാരണയായി ഒരു പക്ഷി മതി. പക്ഷെ നിന്റെ 2 സൈഡിലും ഇരിക്കേണ്ടതിന് നീ 2 പക്ഷികളെ കൊണ്ടുപോവാ. അവയെ പിളർക്കരുത്. അങ്ങനെ കഷണം കഷണമായി അബ്രഹാം കൊണ്ടുവച്ചു. അത് ദൈവത്തിൻ്റെ നിയമമാണ്. ഇനി ഞാൻ ആ ഭാഗം ചെറുകെ ഒന്ന് തൊടാൻ പോകുകയാ. പക്ഷികളെ 2 പക്ഷികളെ കൊണ്ടുവന്നു. മൃഗങ്ങളെ 2ആയി പിളർന്നു. അതിൻ്റെ നടുവിലുള്ള അശുദ്ധി എടുത്തു കളഞ്ഞു. ഇടവും വലവുമായി വെച്ചു. അബ്രഹാമിനൊരു കഴുകക്കേട് പക്ഷി. പക്ഷികളെ 2 കഷണമാക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനെ പിളർന്ന് അതിൻ്റെ തീൻപണ്ടവും ചാണകവും അല്ലെങ്കിൽ മലിനതയും എടുത്തു കളയണമെന്ന് പറഞ്ഞത് അബ്രഹാം വിട്ടുകളഞ്ഞു. പലപ്പോഴും ശുദ്ധീകരണം കൂടാതെ ദൈവസന്നിധിയിൽ വരരുത്. ഞാൻ ഇന്നലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഒക്കെ വളരെ ഗൗരവമായി എടുത്തു പറഞ്ഞു. ദൈവം ദാവീദിൻ്റെ കാലത്തൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. ദൈവം മോശയുടെ കാലത്തൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. എന്നിട്ട് ദൈവം അവസാനം വരെ പറഞ്ഞു, മോശയുടെ കാലം ഓർത്തോണം, എൻ്റെ ദാസനായ ദാവീദിൻ്റെ സ്റ്റാൻഡേർഡ് ഓർത്തോണം, അതിൽ നിന്ന് മാറല്ലേ. കാര്യം പക്ഷികളെ 2 കഷണമാക്കാൻ പാടില്ലെങ്കിലും അതിൻ്റെ മലിനത എടുത്തു മാറ്റുവാൻ അകം ശോധന ചെയ്യേണ്ടതിന് പിളർന്നേ മതിയാകൂ, 2ആക്കിയേ മതിയാകൂ. അബ്രഹാം പക്ഷികളെ 2ആയി പിളർന്നില്ല. അവയെ 2 പീസാക്കി, ഓരോ പീസാക്കി 2ഇടത്തും വെച്ചു. അടുത്ത പ്രമാണം, ഈ ഖണ്ഡങ്ങളുടെ നടുവേ കൂടെ മുൻപിൽ യഹോവയാം ദൈവവും, കാര്യം പ്രമാണം കൊടുക്കുന്നത് യഹോവയാണ്, പിൻപിൽ അബ്രഹാമും 2 പേരും കൂടെ നടന്നുകൊണ്ട് ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം നിനക്കും നിന്റെ സന്തതിക്കുമായി ശാശ്വത അവകാശമായി തന്നിരിക്കുന്നുവെന്ന് യഹോവയായ ദൈവം സത്യം ചെയ്യുകയും അതെ എന്ന് പറഞ്ഞ് അബ്രഹാം ഏറ്റെടുക്കുകയുമാണ് വേണ്ടത്. ഞാൻ കേട്ടിട്ടുള്ള ആശയങ്ങളിൽ ഏറ്റവും ഗൗരവമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം ഇതൊരു രക്തനിയമമാണ് എന്ന് തുടർന്ന് പറയുന്നത് കൊണ്ടും നിന്റെ അനന്തര തലമുറകൾ വരെ രക്തനിയമത്തിൻ്റെ ഭാഗമാകേണ്ടതിന് പരിച്ഛേദന ആചരിക്കണമെന്നും പറയുന്നതിനാൽ ഞാൻ ഈ പറയാൻ പോകുന്ന വിശദീകരണമായിരിക്കും കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് പല വിശദീകരണങ്ങൾ ഉണ്ട്, പല രീതിയിലും ആളുകൾ പറയാറുണ്ട്. ഞാൻ കേട്ടതിൽ എനിക്ക് അംഗീകരിക്കാവുന്നത് ഞാൻ പറയട്ടെ. പാസ്റ്റർ ജോൺ റൂബനാണ് ആ ആശയം ഇവിടെ പറഞ്ഞത്. മുൻപിൽ നടക്കുന്നതായ വ്യക്തിയുടെ കയ്യിൽ ഒരു കൊച്ചു കത്തി ഉണ്ടായിരിക്കും, പിൻപിൽ നടക്കുന്ന വ്യക്തിയുടെ കയ്യിലും ഒരു കൊച്ചു കത്തി ഉണ്ടായിരിക്കും. 2 കഷണങ്ങളുടെ നടുവേ കൂടെ നടന്ന് ഒത്ത നടുവിലെത്തുമ്പോൾ മുൻപിൽ നടന്നയാൾ പുറകിലേട്ട് തിരിഞ്ഞു നിൽക്കും. അവർ 2 പേരും മുഖത്തോട് മുഖം നോക്കി നിന്നുകൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള കത്തികൾ കൊണ്ട് ശരീരത്തൊരു മുറിവേൽപ്പിക്കും. ആ മുറിവിൽ നിന്ന് ഒരു തുള്ളി രക്തം താഴേക്ക് ഒഴിക്കും. മറക്കരുത്, കാളകളെ പിളർന്ന രക്തത്തിൻ്റെ നടുവിലാണ് അവർ നിൽക്കുന്നത്. പക്ഷികളെ പിളർന്ന തുറന്ന രക്തത്തിൻ്റെ നടുവിലാണ് അവർ നിൽക്കുന്നത്.
ആ രക്തത്തോട് ഈ രണ്ട് വ്യക്തികളുടെ രക്തവും കൂടെ ചേരും. ഈ രക്തങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഇടത്തു നിന്നാണ് ആ രക്തനിയമം ചെയ്യുന്നത്. ദൈവം പറയേണ്ടിയിരുന്നത് ഫ്രാത്ത് മുതൽ മഹാനദി വരെ. പക്ഷേ ക്രമീകരണമില്ലാതെ വന്നിരുന്ന, പക്ഷികളെ ക്ലീൻ ചെയ്യാതെ വന്നിരുന്ന അബ്രഹാമിൻ്റെ യാഗത്തിൻ്റെ നടുവിൽ യഹോവയാം ദൈവം വന്നില്ല. അബ്രഹാം നേരം ഇരുട്ടുന്നത് വരെ കാത്തിരുന്നു. യഹോവയായ ദൈവത്തെ കണ്ടില്ല. ആ സമയത്ത് യഹോവയായ ദൈവം അബ്രഹാമിൻ്റെ മേലൊരു ഗാഠനിദ്ര അയച്ചു. ടർഡേമ എന്ന വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ടർഡേമ. യഹോവയായ ദൈവം ഒരു ഗാഠനിദ്ര അയച്ചു. അബ്രഹാം ആത്മവിവശതയിലായി ആ കിടപ്പിൽ കിടന്ന് അബ്രഹാം ഒരു കാഴ്ച കാണുകയാണ്. ഇതാ പുകയുന്നു, ഒരു തീക്കുണ്ട മുൻപിൽ പോകുന്നു. അത് നിത്യനായ ദൈവത്തെ കുറിക്കുന്നതാണ്. അതിൻ്റെ പുറകെ ജ്വലിക്കുന്ന ഒരു പന്തം, പുകയുന്ന ഒരു തീക്കുണ്ടവും അതിൻ്റെ പുറകെ ജ്വലിക്കുന്ന ഒരു പന്തവും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് വിളിച്ചു പറഞ്ഞ യേശുവിനെ കുറിക്കുന്നതാണത്. ഇരുവരും കൂടെ നടക്കുകയാണ്. അബ്രഹാം മാറി ആത്മവശതയിൽ കിടക്കുമ്പോൾ കണ്ണങ്ങളുടെ നടുവിലൂടെ തൻ്റെ യഹോവയായ ദൈവവും പുത്രനാം തമ്പുരാനും ഒരുമിച്ച് നടന്നുകൊണ്ട് ഒരു വ്യവസ്ഥ പറഞ്ഞു. ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം അബ്രഹാമിന് കൊടുത്തിരിക്കുകയാണ്. ബിഷപ്പ് ടി.ഡി. ജെയിംസ് ഒരിക്കൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് യഹോവയായ ദൈവം ഇറങ്ങി വന്നത്? മോനെ അബ്രഹാമേ, നീ ഞാനും തമ്മിലൊരു വ്യവസ്ഥ ചെയ്താൽ നിനക്കെൻ്റെ മുമ്പിൽ വ്യവസ്ഥ സൂക്ഷിക്കാൻ ഒക്കത്തില്ല. ഞാൻ സർവശക്തനായ ദൈവവും നീ കേവലം ഒരു മനുഷ്യനുമാ. നമ്മൾ തമ്മിൽ വ്യവസ്ഥ ചെയ്യാൻ ഒരു തണ്ടിയല്ല. അതുകൊണ്ട് എൻ്റെ പുത്രനായ ക്രിസ്തുവിനെ, ഈ പുറകിൽ നിൽക്കുന്നതായ പ്രഭയുള്ള ശോഭയുള്ള ആ തീ, കത്തുന്ന തീയെ ഞാൻ മനുഷ്യൻ്റെ വേഷത്തിൽ ഈ മണ്ണിലേക്ക് അയക്കുകയും അവൻ്റെ രക്തം ചൊരിഞ്ഞുകൊണ്ട് അവൻ കുറ്റം ഏറ്റെടുക്കുകയും ചെയ്യും. എൻ്റെ കുറ്റം യേശുവിൻ്റെ കാൽവറിമേലായി അബ്രഹാമിൻ്റെ സന്തതിയായി എന്നെ മാറ്റേണ്ടതിന് വേണ്ടി കാൽവറിയിൽ എനിക്ക് വേണ്ടി കുരിലിറക്കപ്പെട്ട ദൈവ കുഞ്ഞാട് വന്ന് നിന്ന് പറയുകയാണ്: അബ്രഹാമേ, എങ്കിലും ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു. അത് വരാഞ്ഞതിനാൽ ഞാൻ ഇറങ്ങി വന്നു. അതിൻ്റെ അർത്ഥം ഞാൻ നാളത്തേതിൽ വീണ്ടെടുക്കുമെന്ന അത് രക്തച്ചൊരിച്ചിലോടെയാണ്. എനിക്കൊന്ന് അതിനേക്കാൾ കൂടുതലൊരു വിശദീകരണം വേണ്ട. ഇതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവച്ചു. അബ്രഹാമും ദൈവവുമായി ഒരു വ്യവസ്ഥ നടത്തി. ഒരു പ്രാവിൻ കുഞ്ഞിനെ മതി, അല്ലെ ഒരു കുറുംപ്രാവിനെ മതി. എന്നാൽ പഴയ നിയമസഭയെയും പുതിയ നിയമസഭയെയും രണ്ടും അബ്രഹാം ചിത്രീകരിക്കേണ്ടതാകയാൽ രണ്ട് പക്ഷികളെ അബ്രഹാമിനോട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഒരു പ്രാവിൻ കുഞ്ഞിനെയും ഒരു കുറുംപ്രാവിനെയും. പുതിയ നിയമസഭയെ കുറുംപ്രാവിനോട് ഉപമിച്ച് പുതിയ നിയമത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം. ബഥേലിൻ്റെ ലോഗോയിലും ഇത് പ്രതിഫലിക്കും. ഒരുമാതിരി ആത്മീയർക്കെല്ലാം അറിയാവുന്നതാണ്. പുതിയ നിയമസഭയെ പിജനോട് ഉപമിക്കുന്നതാണ്. അത് പറന്നു വന്നിരിക്കുന്ന ഒരു രംഗമാണ് ആ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കളങ്കമറ്റവരായിരിക്കാൻ, തിരുസന്നിധിയിൽ വരുമ്പോൾ ക്ലീനായിരിക്കാൻ, തങ്ങളെ തന്നെ തുറന്ന് ശുദ്ധീകരിപ്പാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുകയാണ്. സാധാരണ യാഗത്തിന് അപ്പുറത്താണ് ഈ യാഗം നടക്കേണ്ടത്. കാര്യം ഇത് യാഗം തന്നെയല്ല, ഇതൊരു ദൈവിക വ്യവസ്ഥയാണ്. പുകയുന്ന തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. ജ്വലിക്കുന്ന പന്തം അതിൻ്റെ നടുവിലൂടെ കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം, ഒരു കവനന്റ് ഉണ്ടാക്കി. കവനന്റ് ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല. കാലം എത്ര കഴിഞ്ഞാലും കവനന്റ് ലംഘിക്കപ്പെടുകയില്ല. പലരും കവനന്റ് വ്യവസ്ഥയിൽ നിന്നും പിന്മാറിയേച്ച് ഇക്കാലത്ത് അങ്ങനെയൊക്കെയാന്ന് പറയുന്നവരുണ്ട്. അവിടെ കവനന്റ് ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല. ലംഘിക്കപ്പെട്ട കവനന്റുകളിന്മേൽ വൻകിട ശിക്ഷ ഉണ്ടാകുമെന്ന് മറക്കരുത്. ഞാൻ അബ്രഹാമിനെ ഇടത്തുവശത്ത് ചിത്രീകരിച്ചു. അബ്രഹാമിലൂടെ രൂപീകരിക്കപ്പെട്ട മോശയുടെ കാലത്തിന് ശേഷം രംഗത്ത് വന്ന പൗരോഹിത്യം ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു സഭയുടെ ചിത്രീകരണമായി 3 പുരോഹിതന്മാർ നിൽക്കുന്നത് കാണിച്ചു. യേശുവിൻ്റെ ക്രൂശിനെ തുടർന്ന് അവരെയും അതുപോലെ ജാതികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പുതിയ നിയമസഭ രൂപീകരിച്ചു. ക്രിസ്തുവിലുള്ള അവരുടെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് പഴയ നിയമസഭയിൽ ഉണ്ടായിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് അവരെയും നമുക്ക് തുല്യരായി തേജസ്സിനോട് അടുപ്പിക്കേണ്ടതിന് നമ്മെ ഒരുമിച്ച് ചേർത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹി യുണൈറ്റഡ് അസ്. ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, ഒരു മാർഗമാണ്. ഒരുപാട് ആവർത്തി ഞാനിതിവിടെ എടുത്തു പറഞ്ഞു. ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല,
അത് കുറേ നിയമസംഹിതകളുടെ മേൽ മാത്രം പോകുന്ന ഒന്നല്ല, പകരം ഒരു ജീവിത ശൈലിയാ. ക്രിസ്ത്യാനിത്വം ഒരു മാർഗമാണ്, അതൊരു ജീവിത ശൈലിയാ. നാം ക്രിസ്തുവുമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ ലോകത്തിൽ നിന്ന് അകന്ന് ക്രിസ്തുവിനോട് ബന്ധപ്പെടുന്നതോടുകൂടെ ആ സമ്പ്രദായങ്ങൾ, ആ പാറ്റേണുകൾ, ആ നടപ്പിൻ്റെ രീതികൾ ദൈവികമായത് നമ്മിലേക്ക് വ്യാപരിക്കുമെന്ന് മറക്കരുത്. അതൊരു മാർഗമാണ്. അപ്പോസ്തലപ്രവൃത്തി 9:2 ദമസ്കോസിൽ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ പിടിച്ചുകെട്ടി തടവിലാക്കേണ്ടതിന് വേണ്ടിയാണ് പൗലോസ് ഇറക്കപ്പെടുന്നത്. അവിടെ താൻ പറയുന്നത് ഈ മാർഗക്കാർ, ക്രിസ്ത്യാനിത്വം ഒരു മാർഗമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം വീണ്ടും പറയുന്നു, മതഭേദമെന്ന് ഇവർ പറയുന്ന ഈ മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നത് ഒക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ പുതിയ മാർഗത്തിൽ നടക്കുവാൻ ദൈവം നമുക്ക് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, ക്രിസ്ത്യാനിത്വം മതമല്ലൊരു മാർഗമാണ്. നടപ്പും പ്രവൃത്തിയും ഭക്തിക്കൊത്ത ഉപദേശവും, ഇതെല്ലാം ബൈബിളിൻ്റെ പദങ്ങളാണ്. നടപ്പും പ്രവൃത്തിയും ഭക്തിക്കൊത്ത ഉപദേശവും പത്യോപദേശവും പ്രമാണവും ഇതിൽ പ്രധാനമാണ്. അതുകൊണ്ട് നടക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില പദങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയാം. പരിശുദ്ധാത്മാവ് നമ്മെ രക്ഷിച്ചു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിച്ചു. ഞാൻ ദൈവപൈതലെന്ന് സാക്ഷ്യം പറഞ്ഞു. ആത്മാവിനാൽ സകല സത്യത്തിലും എന്നെ ദൈവം നടത്തുന്നു. കർത്താവായ യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് എന്ന വേറൊരു കാര്യസ്ഥനെ, പാരക്ലീറ്റാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. അവൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയും സകല സത്യത്തിൽ നിങ്ങളെ നടത്തുകയും ചെയ്യും. കുറേ സത്യങ്ങളിൽ നടക്കാത്തവരാരും ഭൂമിയിലില്ല. എല്ലാവരും കുറേ സത്യങ്ങളിലാണ് നടക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ കൂടെ നടന്നാൽ ആത്മാവിൻ്റെ അളവ് എത്രത്തോളം വളരുമോ അതിനനുസരിച്ച് സകല സത്യത്തിലും ആളിനെ നടത്താൻ തുടങ്ങും. ആള് രക്ഷിക്കപ്പെട്ട ശേഷം ആത്മാവിൻ്റെ കൃപയിൽ ബലപ്പെടാൻ തുടങ്ങും. അദ്ദേഹം കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവവചനപ്രകാരം സ്നാനപ്പെടും. കാര്യം പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞ സകലതും ഓർമ്മിപ്പിക്കുമെന്ന് യേശു പറഞ്ഞു. ഞാൻ സ്നാനപ്പെടാൻ വരുന്നുണ്ടെന്ന് എൻ്റെ അകത്ത് ഓർമ്മിപ്പിക്കും. എന്താ യേശുവിൻ്റെ കൽപ്പന? നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു. എന്നോട് പറഞ്ഞു, നീ ജീവിത വിശുദ്ധിയിൽ നടക്കണം. ഉടുപ്പിലും നടപ്പിലും ജീവിതക്രമത്തിലും ആഹാരത്തിലും കൊടുക്ക വാങ്ങലിലും ഇടപെടലിലും സംസാരത്തിലും സകലത്തിലും നീ ദൈവപൈതലായിരിക്കണം. സകല സത്യത്തിലും വഴി നടത്തി. ഇന്ന് പകൽക്കാലം കർത്താവേ, ചില സത്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്നത് അങ്ങോട്ട് കിട്ടുന്നില്ലെന്ന് തോന്നുന്നവർ ഇന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ, ആത്മാവടി എൻ്റെ കൂടെ നടക്കണമേ, എന്നെ സകല സത്യത്തിലും അത് നടക്കട്ടെ. സഭയെ ക്രിസ്തുവിന് അനുരൂപയായി രൂപാന്തരപ്പെടുത്തും. ക്രിസ്തുവിന് അനുരൂപയായി രൂപാന്തരപ്പെടുത്തും. ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ ഓർക്കുന്ന ഒരു പദമാണ്. ഈ ചർച്ച് ഹാളിൽ വെച്ച് വിവാഹം നടക്കുമ്പോൾ പല വിവാഹങ്ങളും പറയുന്ന നേരത്തിന് തുടങ്ങിയാൽ ഇച്ചിരൊക്കെ ലേറ്റാവും പല കാരണങ്ങളാൽ. ഇപ്പം ഞാൻ തന്നെ പറയാറുണ്ട്, അരമണിക്കൂർ നേരത്തെ വെച്ച് കുറി അടിക്ക്, അരമണിക്കൂർ കഴിഞ്ഞാലും വന്നേലായി. ഒരു ദിവസം പറയുന്ന നേരത്തിന് നടക്കാഞ്ഞപ്പോൾ പെൺകുഞ്ഞ് അവിടെ വന്നിരിപ്പുണ്ട്. ആ പുറകിലത്തെ ബിൽഡിങ്ങിലുണ്ട്. അതൊന്ന് ഇറങ്ങി വന്നിട്ട് വേണ്ടേ തുടങ്ങാൻ, ബാക്കിയെല്ലാം റെഡിയാണ്. അപ്പം ഞാൻ ഇറങ്ങി വന്ന് കൊണ്ടുവന്ന ഒരാളിനോട് ചോദിച്ചു, എന്താ ബ്രദർ ഇത്രയും താമസിക്കും, ഒന്ന് ഇറങ്ങി വരാൻ പറയാം. അപ്പോൾ എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, പാസ്റ്റർ എല്ലാം കഴിഞ്ഞതാ, ഒരു ഫൈനൽ ടച്ച്. ആ പദം ഒരു മോക്കായിരുന്നോ പറയേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷെ കറക്റ്റാണ് പറഞ്ഞത്. അവളെ വന്ന വഴിക്ക് കണ്ട് അല്പം വേർത്തതുകൊണ്ട്, AC ഇല്ലാത്ത കാറായിരുന്നിരിക്കാം, അല്പം വേർത്തതുകൊണ്ട് പൗഡറൊക്കെ ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ ഒരു ഫൈനൽ ടച്ച് മാത്രം. അവിടെ വസ്ത്രങ്ങളൊക്കെ ഇടയ്ക്ക് ഒന്ന് ചുളുങ്ങിയത് കൊണ്ട് കറ, ചുളുക്കം, വാട്ടം, മാലിന്യമേ ഒന്നുമില്ലാത്ത ഒരു മണവാട്ടിയാണെന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ആ ചുളുക്കം ഒന്ന് മാറ്റിക്കൊടുക്കാൻ ഒരു ഫൈനൽ ടച്ച്. ഇന്ന് പകൽ MA വർഗീസ് നടത്തുന്ന പരിപാടി ഒരു ഫൈനൽ ടച്ചാ. ഇതിനകത്തിരിക്കുന്നവർ വിശുദ്ധന്മാരാ. ഞാനും നിങ്ങളും ദൈവമക്കളാണ്. എന്നാൽ സകല സത്യത്തിലും നടക്കേണ്ടതിന് സഭയെ ക്രിസ്തുവിന് അനുരൂപയായി ഒരുക്കുന്നു. അഞ്ചാമത്തെ ഘടകം, ആത്മാവ് സഭയുമായി കാഹളനാദത്തിങ്കൽ ഇവിടെ നിന്ന് കരയേറിപ്പോ. തുടർന്ന് ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് നമ്മെ സകല മാർമിക സത്യങ്ങളിലും വഴി നടത്തി
നമ്മോട് കൂടെ നടക്കുന്ന ആത്മാവ് നമ്മെ സകല ആത്മീയ സത്യങ്ങളിലും വഴി നടത്തി ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് നമ്മെ വീണ്ടും നിത്യജീവന് വേണ്ടി ഉയർപ്പിച്ച് നാം ഒരുമിച്ച് എടുക്കപ്പെടും. ഹാനോക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതുപോലെ നാം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും, നാം രൂപാന്തരം പ്രാപിക്കും. തുടർന്ന് രക്ഷയുടെയും രൂപാന്തരത്തിൻ്റെയും സാധ്യതകൾ കുറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നാട്ടെന്ന് കരുതുന്നവർക്ക് ഒടുവിൽ ഒന്നുമില്ലാതെയാകും. പണ്ടൊരിക്കൽ ഞങ്ങളുടെ വീട്ടിനകത്തൊരു പെൺകുഞ്ഞിന്, എൻ്റെ ഒരു സഹോദരിയുടെ മകൾ, ഒരു കൊച്ചു മോള, അവൾക്ക് ഒരു പെൻസിൽ ആവശ്യമായി വന്നു. എന്തോ പടം വരയ്ക്കാൻ വേണ്ടിയാ. അവിടെ അപ്പനും അമ്മയും ഒക്കെ ഞങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഈ പെണ്ണ് വന്നിട്ട് പറയുന്നത്, എനിക്കൊരു പെൻസിൽ വേണം. ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞിട്ട് അവിടെ അപ്പൻ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ പിടിച്ചൊരു കുലിക്കേച്ച് പറഞ്ഞു, എനിക്കൊരു പെൻസിൽ വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വി വിൽ സീ ടുമോറോ, നാളെ കാണാം. ആ കൊച്ചു കുഞ്ഞ് തിരിച്ചു പറഞ്ഞൊരു മറുപടി, പപ്പ, ടുമോറോ നെവർ കംസ്. ടുമോറോ നെവർ കംസ്. ഇന്ന് ശുദ്ധീകരണം വേണ്ട, ലെറ്റ് ഇറ്റ് ബി ടുമോറോ എന്ന് പറയുന്നവരോട് ആ കുഞ്ഞ് പറഞ്ഞതുപോലെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, ടുമോറോ നെവർ കംസ്. ടുമോറോ നെവർ കംസ്. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു വിശുദ്ധീകരണത്തിൻ്റെ പ്രമാണം എടുക്കേണ്ടത്. വിശുദ്ധന്മാരുടെ സഭയിൽ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്കൊന്ന് തയ്യാറാകാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇവിടുന്ന് മാറിയാൽ അതിനുള്ള സാധ്യതകൾ തുടരും. മഹോദ്രവ വിശുദ്ധന്മാരുണ്ടായിരിക്കും, ഞാൻ അവരെക്കുറിച്ച് പറയാനല്ല വരുന്നത്. പക്ഷേ അത് ഇന്നത്തേതിനേക്കാൾ 1000 ഇരട്ടി പ്രയാസമായിരിക്കും. എന്നാണ് നാം ഒരുങ്ങേണ്ട സമയം. ഒരുക്കപ്പെട്ട ദൈവസഭയ്ക്ക് വേണ്ടി കാഹളം ധ്വനിക്കും. ആ കാഹളത്തിങ്കൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. മത്തായിയുടെ സുവിശേഷം 25:1 യേശു പറഞ്ഞു, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളിക്കപ്പെട്ട വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകുന്നു. മത്തായിയുടെ സുവിശേഷം 25:10 ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സന്ധിക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. മണവാളൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാ. മണവാട്ടി ഭൂമി വിട്ട് മധ്യാകാശത്തിലേക്ക് കയറുകയാ. മണവാട്ടിയും ക്രിസ്തുവുമായി തമ്മിൽ കാണുന്നത് ഭൂമിയിൽ വെച്ചല്ല, സ്വർഗത്തിൽ വെച്ചുമല്ല. അതുകൊണ്ടാണ് മധ്യാകാശം എന്ന് വിളിക്കുന്നത്. മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട കന്യകമാർ, അവരുടെ യാത്രാമധ്യേ മണവാളൻ വരുന്നു എന്ന ആർപ്പ് വിളി ഉണ്ടായി. ഇരുവരും തമ്മിൽ കണ്ടുമുട്ടുന്നത് മണവാളൻ്റെ വീട്ടിലുമല്ല, മണവാട്ടിയുടെ വീട്ടിലുമല്ല, മധ്യാകാശത്തിൽ കണ്ടുമുട്ടുകയാണ്. ഒരുങ്ങിയിരുന്നവർ ഇന്ന് ഒരുങ്ങിയിരിക്കുന്നവർക്കായി സ്തോത്രം. 1 തെസ്സലോനിക്കർ 4:17 ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം യേശുവിനെ കണ്ടുമുട്ടുന്നത്, മരിച്ചവരുടെ ഉയർപ്പിൽ റാപ്ചറിൽ നാം യേശുവിനെ കാണുന്നത് മധ്യാകാശത്തിൽ വെച്ചാണ് എന്നൊന്നുകൂടെ പറയട്ടെ. ഇതിനെ പഴയ നിയമഭാഷയിൽ വെളിമ്പ്രദേശം എന്ന് കാണാം. ഉൽപ്പത്തി പുസ്തകം 24:65 റിബേക്കയെയും കൊണ്ടുവരുന്ന ഒരു വരവ് കാണാം. റിബേക്കയെ വേഷഭൂഷാദികൾ അണിയിച്ചു. അവളെയും കൊണ്ട് ദാസൻ വരികയാണ്. അവിടെ ദാസൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിഴല. വേദപുസ്തകത്തിൽ പലതിനും നിഴലും പൊരുളുമുണ്ട്. പിതാവായ അബ്രഹാം തൻ്റെ ദാസനായ എലിയാസറിനെ വിളിച്ച് തനിക്കെൻ്റെ മകന് വേണ്ടി ഒരു മണവാട്ടി അന്വേഷിക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയി അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാ ഒരുക്കുന്നത്? മണവാളൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ, മണവാളൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ കൊടുത്ത് അവളോട് പറഞ്ഞ്, നിൻ്റെ വീട്ടിലുള്ളതൊക്കെ മാറ്റിയേക്ക്, നിന്നെ കൊണ്ടുപോകാ. മണവാളൻ ഇങ്ങോട്ട് വരത്തില്ല, നീ അങ്ങോട്ട് വന്ന് താമസിക്കേണ്ടതിന് ഇവിടുത്തേത് മറന്നേക്ക്. മണവാളൻ്റെ വീട്ടിലേത് തന്നയച്ചിട്ടുണ്ട്. മണവാളൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രഭൂഷണങ്ങൾ അണിഞ്ഞുകൊണ്ട് അവളൊരു കഴുതയുടെ പുറത്ത് കയറി, ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത്. ആ ഒട്ടകത്തിൻ്റെ പ്രത്യേകത അറിയാമോ? സിസ്റ്റർ മേരി ഗോരിയുടെ വന്നപ്പോൾ എടുത്തതാണ്. ഈ ഒട്ടകവുമായിട്ടാണ് എലിയാസർ അങ്ങോട്ട് ചെല്ലുന്നത്. ഇവിടുത്തെ കാറുമൊന്നും വേണ്ട കർത്താവിന് തന്നെ കൊണ്ടുപോകാൻ, അവിടുത്തെ വാഹനവുമായിട്ട് ഇങ്ങോട്ട് വരുന്നേ. എന്നിട്ട് എലിയാസർ പറഞ്ഞു, ഞാൻ ആ കിണറ്റിങ്കര ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു പെങ്കൊച്ചു വന്ന് നിൻ്റെ ഒട്ടകങ്ങൾക്കും കൂടെ വെള്ളം കോരി കൊടുക്കാമെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒട്ടകങ്ങൾക്ക് കിടക്കേണ്ടതിന് ശാലകളും ഭക്ഷിക്കേണ്ടതിന് വൈക്കോലും തരാമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയാണ്. റെബേക്കേ, നീ വെള്ളം കോരിയത് കണ്ടവൻ്റെ കഴുതയ്ക്കല്ല, നീ വെള്ളം കോരിയത് നിൻ്റെ യജമാനൻ്റെ കഴുതയ്ക്കാണ്.
നിന്നെ കയറ്റാൻ പോകുന്നത് കണ്ടവൻ്റെ കഴുതപ്പുറത്തല്ല, നീ കയറാൻ പോകുന്നത് നിന്റെ യജമാനൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്താ. അങ്ങനെ അവളെ യജമാനൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്തിരുത്തി അവളുമായി മടങ്ങി വരുമ്പോൾ ഇതാ വെളിമ്പ്രദേശത്ത് നമ്മെ എതിരേറ്റൊരു പുരുഷൻ വരുന്നു. ഉൽപ്പത്തി 24:65 അവൾ ദാസനോട് വെളിമ്പ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന് എൻ്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടമെടുത്ത് തന്നെത്താൻ മൂടി. അവളിങ്ങോട്ട് നടന്ന വഴിയിലൊക്കെ ചോദിച്ചു കാണും, യജമാനനെ, ദാസനെ, എലിയാസറേ, യജമാനൻ കാണുമ്പോൾ എന്തൊക്കെ വേണം? നിങ്ങളുടെ കുടുംബത്തിൻ്റെ യാഥാർത്ഥ്യം പറ, നിങ്ങളുടെ ദേശത്തിൻ്റെ പ്രത്യേകത പറ. അവൾ പറഞ്ഞു കാണും, പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ, ഇത് പുതിയ നിയമത്തിൻ്റെ ഭാഷ ഞാൻ പറയുക, പഴയ നിയമത്തിൻ്റെ ഭാഷയിലേക്ക് മാറ്റിക്കോ. പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സ്ത്രീ തൻ്റെ തല മൂടുന്നില്ലെങ്കിൽ തൻ്റെ തലയെ അവമാനിക്കുകയാണ്. അവൾ ഇങ്ങോട്ട് നടന്നു വരുന്ന കഴിക്ക് മണവാളൻ്റെ വീട്ടിലെ കസ്റ്റംസ് അറിഞ്ഞു, അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കി. അവൾ കുതിരയുടെ പുറത്ത് നിന്ന്, അവൾ ഒട്ടകത്തിൻ്റെ പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. എന്താ അതിൽ ഇരുന്ന് സംസാരിച്ച വല്ല തകരാറുമുണ്ടോ? ഒരു തകരാറുമില്ല. ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ വഴിയിറമ്പിൽ നിന്ന് കണ്ടാൽ ആ വാഹനത്തിൻ്റെ കൂടിയ കണ്ണാടി തുറന്ന് അതിനകത്തോട് ഞാൻ സംസാരിക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററെ, ഞാനൊരു താണ ലെവൽ പറയുക, ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററെ കണ്ടാൽ ഞാൻ കണ്ണാടി താത്തേച്ചിരുന്ന് വർത്താനം പറയുമെന്ന്? നെവർ. കഥകു തുറങ്ങി വെളിയിലിറങ്ങി അവിടെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ അറ്റൻഷനിൽ നിന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കും. എൻ്റെ എയർഫോഴ്സിലുണ്ടായിരുന്ന ഒരു കമാൻഡറെ, ഞാൻ എയർഫോഴ്സുകാരനായിരുന്നു, ഒരു താണ സ്റ്റാറ്റസിൽ എൻ്റെ ഒരു കമാൻഡറെ വഴി കണ്ടാൽ നിങ്ങൾക്ക് തോന്നുമോ ഞാൻ കാറിൻ്റെ കണ്ണാടി താത്ത് വർത്താനം പറയുമെന്ന്? നോ, താഴെ ഇറങ്ങിയേ മതിയാകൂ. അവർക്ക് നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും എലിയാസർ പറഞ്ഞു തന്നു. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, യജമാനന് തുല്യമായി, യജമാനന് അനുരൂപമായി അവളെ ഒരുക്കിയെടുക്കുവാൻ യജമാനൻ്റെ വീട്ടിലെ കസ്റ്റംസ് എന്തുവാണ്, അവിടുത്തെ ഇടപെടൽ എന്താണ്? നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പോകാം. പല കൾച്ചറുകളും ഉണ്ട്. യോഗ്യമായി വളരുന്നവർക്കായി സ്തോത്രം. ഇന്ന് കർത്താവിനോടുകൂടെ വിശ്രമിക്കുന്ന ഒരു സുദേവൻ ബ്രദർ നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്ന് അദ്ദേഹം കർത്താവിനോടുകൂടെ വിശ്രമിക്കുന്നു. സുദേവൻ ബ്രദറിൻ്റെ ഭവനക്കാരുടെ അധ്വാനം കൊണ്ട് ആ കുടുംബം മൊത്തം ഇവിടെ ഉണ്ട്. ആ ഭവനക്കാരുടെ അധ്വാനം കൊണ്ട് അവിടെ ഒരു സഭയുണ്ടായി. ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി കസേരയായി ഒരു സഭാ ഹോൾ അവർ പണിതു. എല്ലാത്തിനായും ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ഒരു കുട്ടി ഉപദേശി, സുദേവനെന്ന് എങ്ങനെയായാലും ഒരു 60 വയസ്സിന് മുകളിൽ, ഒരു 65 വയസ്സ് പ്രായം കാണും. ഒരു 40 വയസ്സിന് 30 വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു കുട്ടി ഉപദേശി അവിടെ പോയിരുന്നു. സുദേവനൊരു കസേരയിൽ ഇരിക്കുകയാണ്. അതിൻ്റെ നേരെ പുറകിലത്തെ കസേരയിൽ കുട്ടി ഉപദേശി ഇരുന്നു. ഈ കാലിട്ടിങ്ങനെ ആട്ടുകയാണ്. ആട്ടുന്ന കൂട്ടത്തിൽ സുദേവൻ്റെ കസേരക്ക് കിടികിടികിടികിടികിടിന്ന് ഇടിക്കുന്നുണ്ട്. കുറച്ചു നേരം കിടികിട ഇടിപ്പിച്ച ശേഷം അദ്ദേഹം സുദേവനോട് പറഞ്ഞു, സുദേവൻ ആ ഫാൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചു. 30-35 വയസ്സ് പ്രായമുള്ള കുട്ടി 10-65 വയസ്സ് പ്രായമുള്ള ആ മാന്യനായ മനുഷ്യനോട് പറയുന്ന വാചകമാ. എല്ലാ വീട്ടിലും ഒന്നും ഈ വിദ്യാഭ്യാസം കിട്ടത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ കോളനിയിലോട്ട് കയറിയാൽ സകല സത്യത്തിലും വഴി നടത്തുവാൻ, ഇനി പറയുന്ന ചെറുതും വലുതും 2, 3 ഒന്നും അല്ല, സകല സത്യത്തിലും വഴി നടത്തുവാൻ, സകല സത്യത്തിലും വഴി നടത്തുവാൻ, യജമാനനെ അനുരൂപനായി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായി. അതിനാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. വേറെ ആര് ക്രമീകരിച്ചാലും ആകത്തില്ല. MA വർഗീസ് പഠിപ്പിച്ചാൽ എൻ്റെ മാനദണ്ഡം വരെ വരത്തുള്ളൂ. നിങ്ങളിൽ ഒരാൾ പഠിപ്പിച്ചാൽ നിങ്ങളുടെ മാനദണ്ഡം വരെ വരത്തുള്ളൂ. പക്ഷെ ആ മാനദണ്ഡം പരിശുദ്ധാത്മാവിന് നിരക്കുന്നതല്ല, അത് സ്വർഗത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് സഭയെ കൊണ്ടുവരേണ്ടതിന് പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയച്ചു. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുമായി ആദ്യത്തെ പ്രാവശ്യം കർത്താവ് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. ഈ ബദ്ധന്മാരെ തിരുസന്നിധിയിൽ കാഴ്ചവെച്ചു പറഞ്ഞ്, പിതാവേ, ഈ കൂട്ടത്തിൽ ഒരെണ്ണം എനിക്ക് അനുരൂപയല്ല, അതുകൊണ്ട് എനിക്ക് അനുരൂപയായി ഒരു മണവാട്ടി ഉണ്ടാകുവാൻ ആത്മാവിനെ മണ്ണിലേക്ക് അയക്കണമേ. ആ ആത്മാവ് ഇവിടെ വന്നു, എന്നെ ഉദ്ധരിച്ചു, വീണ്ടെടുത്തു, എൻ്റെ കൂടെ നടന്നു, സകല സത്യങ്ങളിലും വഴി നടത്തി, എൻ്റെ ഉള്ളിൽ വസിച്ചു. ഒരു ദിവസം ഞാൻ മരിച്ചാൽ കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാം ഞാനും അതാ. ഞാൻ എൻ്റെ മാത്രം കാര്യം പറഞ്ഞാൽ എല്ലാം ഞാനും അതാ. അവിടേക്ക് കൊണ്ടുവന്ന്
അകലെ കണ്ടപ്പോൾ ഇവളൊരു ചോദ്യം ചോദിച്ചാണ്, വെളിം പ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന ഈ മനുഷ്യൻ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ യജമാനനാണ്. അവൾ ഒട്ടകപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി, അവൾ തന്നെത്താൻ മൂടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ വേറൊരു കൾച്ചർ, ഈ പദം ഈ ഉപവാസ പ്രാർത്ഥനയിലാണ് വീണ്ടും എൻ്റെ അകത്ത് കത്തിയത്. ഞാൻ പണ്ട് തന്നെ എടുത്തതാ. ക്രിസ്ത്യൻ കൾച്ചർ എന്ന പേരിൽ ഒരു സീരീസ് ഓഫ് മെസ്സേജസ് ഞാനിവിടെ എടുത്തതാ. ലേവ്യ പുസ്തകം 21:12 അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേലിരിക്കുന്നു. മോനെ, ഞാൻ അഭിഷേകം പ്രാപിച്ചത് വേറൊരു സംസ്കാരത്തിലാണ്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ അഭിഷേക തൈലം എൻ്റെ മേലിരിക്കുന്നത് വേറൊരു കൾച്ചറാണ്. ആ സംസ്കാരം എൻ്റെ മേലിരിക്കുന്നു. ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. കൂടാരം നേരത്തെ അവിടെ ഉണ്ട്. ഇപ്പം ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി ഒരു കൂടാരം ഉണ്ടാക്കുകയൊന്നുമല്ല. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ഈ വാസസ്ഥലം ഏതായിരുന്നു? ഞാൻ ക്രിയേഷനെ കുറിച്ച് ഇവിടെ ക്ലാസ് എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. പണ്ടൊരു കാലത്ത് ലൂസിഫർ സ്വർഗത്തിൽ വസിച്ചിരുന്ന കാലം, ലൂസിഫറിനും സൈന്യത്തിനും പാർക്കുവാൻ സ്വർഗത്തിൽ വീടുകളുണ്ടായിരുന്നു. വലിയ വലിയ കെട്ടിടങ്ങൾ, വ്യത്യസ്ത സ്റ്റാറ്റസുകളിലുള്ളത്. രാജാക്കന്മാർക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഒക്കെ പാർക്കേണ്ടതിന് വ്യത്യസ്ത സ്റ്റാറ്റസിലുള്ള അനേക കെട്ടിടങ്ങൾ അവിടെയുണ്ട്. അവർ ദൈവത്തോട് പാപം ചെയ്ത കാരണത്താൽ, ദൈവിക മാർഗം വിട്ടതിനാൽ, ദൈവിക സംസ്കാരം വിട്ടതിനാൽ അവരെ ആട്ടിപ്പായിച്ച ശേഷം ആ ഭവനങ്ങൾ കാലി കിടക്കുക. കർത്താവ് പറഞ്ഞ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അവിടാണ് നിങ്ങളെ പാർപ്പിക്കുന്നത്. മറ്റൊരു സംസ്കാരം അംഗീകരിക്കാത്ത കാരണത്താൽ, ദൈവിക സംസ്കാരം തിരസ്കരിച്ചവനെ പറഞ്ഞു വിട്ട ഭവനത്തിലേക്ക് ദൈവിക സംസ്കാരമില്ലാത്ത ആരെയും കയറ്റി താമസിപ്പിക്കുമെന്ന് ചിന്തിക്കരുത്. അങ്ങനൊരു സംഭവമില്ല. ഇന്ന് പകൽ നമുക്കൊന്ന് ട്രാൻസ്ഫർ ആകാം, കർത്താവിൻ്റെ സംസ്കാരത്തിലേക്കൊന്ന് മാറുവാൻ. അവർക്ക് വേണ്ടി കർത്താവ് ഉദൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ഓരോന്നും വിശദമായി ആക്കിയ ശേഷം, പലതായി പിരിച്ച ശേഷം കൂട്ടിച്ചേർത്താൽ കാര്യങ്ങൾ നന്നായി അറിയാൻ കഴിയും. റാപ്ചർ പഴയ കാലത്ത് നടന്നിട്ടുണ്ടോ? അതിൻ്റെ അനുഭവങ്ങളുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലും എബ്രായർ 15:5 ഹാനോക്ക് എന്ന മനുഷ്യനെ കുറിച്ച് കാണാൻ കഴിയും. പിന്നെ ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹാനോക്കിനെ ദൈവം വലിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ ചില ആളുകൾക്ക് ദൈവത്തിൻ്റെ കരുണയാൽ ഉന്നതങ്ങളിലേക്ക് എടുക്കപ്പെടുവാൻ, സ്വർഗീയ ദർശനങ്ങൾ ലഭിക്കുവാൻ ഇടയായി. വേദപുസ്തകത്തിൽ ആത്മവിവശതയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഇടത്ത് മറുരൂപമലയിൽ ശിഷ്യന്മാർ കയറിയപ്പോൾ ഹുപ്നോസ് എന്നൊരനുഭവം അവിടെ ഉണ്ടായി. അവരവിടെ ഉറങ്ങി എന്ന മലയാള വേദപുസ്തകത്തിൽ. പക്ഷേ എഴുതിയിരിക്കുന്ന ഗ്രീക്കിൽ അങ്ങനെയല്ല. ഹുപ്നോസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ തിരിച്ചറിയാൻ വയ്യാത്ത വേറൊരു സാഹചര്യത്തിൽ അവരൊരു ആത്മവിവശതയിലായി. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഹാനോക്ക് ഒന്ന് എടുക്കപ്പെട്ടു. പക്ഷെ ഹാനോക്ക് തിരിച്ചു വന്നിട്ടില്ല. ആ പോയ പോക്കിൽ ഹി വാസ് ട്രാൻസ്ലേറ്റഡ് എന്നാണ് ബൈബിൾ പറയുന്നത്. അദ്ദേഹം തിരിച്ചു വന്നില്ല. ഏലിയാവ് എടുക്കപ്പെട്ടു, തിരിച്ചു വന്നില്ല. ഹി ഡിഡ് നോട്ട് കം ബാക്ക്. പെർഹാപ്സ് ഈസ് ട്രാൻസ്ലേറ്റഡ്. ഇവരെയൊക്കെ ദൈവം ട്രാൻസ്ലേറ്റ് ചെയ്തു. മൂന്നാമത്തെ അനുഭവം അപ്പോസ്തല പ്രവൃത്തി 1:9 എൻ്റെ കർത്താവായ യേശു എടുക്കപ്പെട്ടു. ഈസ് ട്രാൻസ്ലേറ്റഡ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലായി. നാലാമത്തെ അനുഭവം അപ്പോസ്തല പ്രവൃത്തി 8:8 മുതൽ 39 വരെയുള്ള വാക്യത്തിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ഷണ്ണനെ സ്നാനപ്പെടുത്തിയ ശേഷം ഒന്നെടുക്കപ്പെട്ടു. പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. ഒരിടത്തുനിന്ന് പൊക്കിയെടുത്ത് അസ്തോദിൽ കൊണ്ടുവച്ചു. അദ്ദേഹത്തൊന്ന് ഇന്ന് എടുക്കപ്പെട്ടു, ഒന്ന് യാത്ര ചെയ്യാനിടയായി. ട്രാൻസ്ലേറ്റ് ചെയ്തില്ല, കാര്യം അദ്ദേഹം തിരിച്ചു വന്നു. അഞ്ചാമത്തെ സംഭവം വെളിപ്പാട് പുസ്തകം 4:1-2 1 മുതൽ 6 വരെ വായിക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ, വെളിപ്പാടുകാരനായ യോഹന്നാൻ അപ്പോസ്തലൻ കർത്തൃ ദിവസത്തിൽ ആത്മവിശ്വസനായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, തിരിച്ചു വന്നു. കാരണം താൻ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടില്ല. ആറാമത്തെ അനുഭവം 2 കൊരിന്ത്യൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ ആത്മവിശ്വതയിലായി 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അദ്ദേഹം തിരിച്ചു വന്നില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടില്ല.
ഏഴാമത്തെ അനുഭവം, പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ അനേകർ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടില്ല, അവരെടുക്കപ്പെടുകയും മടങ്ങി വരികയും ചെയ്തു. എസെക്കേൽ പറഞ്ഞു, മനുഷ്യരൂപം പോലെ ഒന്ന് വന്ന് എൻ്റെ അടുക്കൽ നിന്ന് എന്താണെന്ന് എനിക്ക് ശരിക്കറിയത്തില്ല, എൻ്റെ തലയിൽ കൈ പോലെ ഒന്ന് വന്നു തൊട്ടു, കയ്യാ തൊട്ടെന്നൊന്നും പറയാൻ എനിക്ക് സൂക്ഷ്മം അറിയത്തില്ല, എന്തോ ഒരു അനുഭവത്തിൽ ഞാൻ ആയിത്തീർന്നു. ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഉൾപ്പെടെ കാത്തിരുന്ന അനേക ദൈവമക്കൾ കൃപയാൽ എടുക്കപ്പെട്ടു. ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇനി ഒരിക്കൽ നാം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. 1 തെസ്സലോനിക്കർ 4-ാം 16-17 വാക്യങ്ങളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായി യേശു ഇറങ്ങി വരും. അന്ന് സഭയുമായി ആത്മാവ് കയറിപ്പോകും. ട്രിബുലേഷൻ സൈൻസ് അതിന് ശേഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സഭയ്ക്ക് വേണ്ടി അനേക വാസസ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലം ഒന്ന് ഓർത്തോണം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ നാളിലും സംഭവിക്കും. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ നാളിലും സംഭവിക്കും. അവരെയൊക്കെ കുറിച്ച് ഇന്നത്തെ ശാസ്ത്രലോകം, ശാസ്ത്രം കൂടെ അറിയാവുന്ന ആത്മലോകം ഒരു പഠനം നടത്തി വെച്ച് പറയുകയാണ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷനിൽ ജനമായിരുന്നപ്പോൾ ദൈവിക സിവിലൈസേഷന് വിരോധമായി എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷൻ, ദൈവികമല്ലാത്ത വേറെ ഒരു സിവിലൈസേഷൻ, ഒരു കൾച്ചർ ഈ മണ്ണിലുണ്ട്. അതിനകത്തായിപ്പോയി നോഹയുടെ കാലത്തെ ആളുകൾ, അതിനകത്തായിപ്പോയി യോനായുടെ കാലത്തെ ആളുകൾ. അതുകൊണ്ട് ഇവരെ ഒന്ന് കളഞ്ഞ ശേഷം നോഹയുടെയും കാലത്ത് സംഭവിച്ചതുപോലെയും നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയും മറ്റും ദൈവത്തിൻ്റെ സംസ്കാരം വിട്ട് എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷനിലേക്ക് ജനം മാറും. ഞാൻ സിവിലൈസേഷൻ എന്ന പദത്തെ ഇന്നങ്ങോട്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ന്യൂയോർക്കിൽ പണ്ടൊരിക്കൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രീയ കോൺഫറൻസിൽ ഒത്തിരി ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇരിക്കുന്ന ഒരു രംഗം ഒരു വീഡിയോയിൽ കാണാൻ എനിക്ക് സാധിച്ചു. ഒരു 300 പേരെങ്കിലും ഉണ്ട്, അപ് ടു ഡേറ്റ് ലേറ്റസ്റ്റ് ശാസ്ത്രജ്ഞന്മാരാണ്. കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധി കുറവും വിദ്യാഭ്യാസം കൂടുതലും ആയതുകൊണ്ട് ഇതിൽ പലരും പ്രച്ഛന്ന വേഷരാ, ചിലതിന് അണ്ടറേറെ ഉള്ളൂ, ഉടുപ്പിട്ടതും കീറിയതാ. ഇങ്ങനൊക്കെ വന്ന് ഇരിക്കുക നേരന്ന്. ആ കൂട്ടത്തിൽ ആരോ ഒരാൾ സിവിലൈസേഷനെ കുറിച്ച് പറഞ്ഞു. ഒരു പെങ്കൊച്ച് എഴുന്നേറ്റേച്ച് പറഞ്ഞു, ഐ ആം സിവിലൈസ്ഡ്. അതുകൊണ്ട് അതിന് ഡ്രസ്സേ ഇല്ല, കാര്യമായ വസ്ത്രമില്ല. അവൾ എഴുന്നേറ്റ് പറഞ്ഞാണ്, ഐ ആം സിവിലൈസ്ഡ്, മോഡേൺ സിവിലൈസേഷൻ. ഇന്ന് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഒന്നാമനെന്ന് പൊതുവെ അറിയപ്പെടുന്ന മിഷിയ കാക്കു, അദ്ദേഹം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ തിയറിറ്റിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HODയും കൂടെയാണ്. അദ്ദേഹം എഴുന്നേറ്റേച്ച് ഒരു ചോദ്യം ചോദിച്ചു, ആർ യു സിവിലൈസ്ഡ്? അപ്പം അദ്ദേഹം പറഞ്ഞു അതെ. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, സിവിലൈസേഷൻ 3 തരമാണ്. ഒന്നിനെ ലോകത്തിൻ്റെ ലെവലിലുള്ള സിവിലൈസേഷൻ, ഗ്ലോബൽ ലെവൽ സിവിലൈസേഷൻ എന്ന് വിളിക്കും. ഗ്ലോബൽ ലെവൽ സിവിലൈസേഷൻ കൺട്രോൾ ചെയ്യുന്നത് നീ അല്ല. നിനക്ക് സൂര്യൻ്റെ ചൂട് ഒരു 2 ഡിഗ്രി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമോ? പെണ്ണ് പറഞ്ഞു, അയ്യോ അതങ്ങനെ, പിന്നെ നീ സിവിലൈസ്ഡ് എന്നായി പറഞ്ഞു. നിനക്ക് സമുദ്രനിലത്തിൻ്റെ ജലം 1 ഇഞ്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമോ? ഇല്ല, നീ സിവിലൈസ്ഡ് എന്ന് ആര് പറഞ്ഞു? സിവിലൈസേഷൻ്റെ ഏറ്റവും താഴ്ന്ന ലെവൽ ഭൂമിയെ കൺട്രോൾ ചെയ്യുകയാണ്. ദാറ്റ്സ് കോൾഡ് ഗ്ലോബൽ ലെവൽ സിവിലൈസേഷൻ. അത് കൺട്രോൾ ചെയ്യുന്നത് വീണുപോയ ദൂതന്മാരാ. ദേ ആർ ദ ഏലിയൻസ്. രണ്ടാമത്തെ ലെവലിനെ കുറിച്ച് വിളിക്കുന്നത് സ്റ്റാർ ലെവൽ സിവിലൈസേഷൻ എന്ന, പുതിയ നക്ഷത്രങ്ങൾ നിർമ്മിക്കുവാൻ കഴിയുന്ന 3-ാം ലെവൽ ഗാലക്സിയൽ ലെവൽ സിവിലൈസേഷൻ ഉണ്ട്. നീ ചുമ്മാതിരി എങ്ങണ്ടൊരു ഈറ്റി കണ്ടുകൊണ്ട്, മനസ്സിലാകുന്നുണ്ടായിരിക്കും, എങ്ങണ്ടൊരു ഈറ്റി കണ്ടുകൊണ്ട് സിവിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് സിവിലൈസ്ഡ്. അത് നിന്നെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല. എന്നാൽ ദൈവിക സിവിലൈസേഷൻ വരുവാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും സംഭവിക്കും. തുടർന്ന് യേശു പറഞ്ഞ്, ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുക. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിസ്താരമായതും അതിലൂടെ കടക്കുന്നവരനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അതിലൂടെ കടക്കുന്നവർ ചുരുക്കവുമായിരിക്കും. അതാണ് ക്രിസ്ത്യൻ സിവിലൈസേഷൻ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിലാണത്. വീണ്ടെടുക്കപ്പെട്ടവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുമ്പോൾ വിശാലമായ വാതിലിലൂടെ നടന്നവർ അനേകരുണ്ട്.
വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. അത് മനുഷ്യരുടെ നിയമപ്രകാരം ഇച്ചിങ് ഗോസ്പൽ, കേൾക്കാൻ സുഖമുള്ള, നരകത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഭൗതിക ജഡീക സംസ്കാരമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങൾ ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കണം. ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഒരു കൊച്ചു റിപ്പോർട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു കൊച്ചു പടം ഞാൻ എടുത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സൗണ്ടും കൂടെ ഒന്ന് കൊടുക്കാമോ? ഇടുക്കുവാതിലൂടെ കയറിയേ മതിയാകും. ഒരിക്കലൊരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. രക്ഷിക്കപ്പെട്ട സകല ദൈവവേദലും സ്വർഗത്തിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ പലരുടെയും കയ്യിലൊരു ഭാരമുള്ള ബാഗുണ്ട്. കണ്ട ചപ്പും ചവറും ലോകത്തിലുള്ളതും ഇവിടെ കണ്ട സംസ്കാരങ്ങളുടെ ബാക്കിയും മറ്റേ വീണുപോയ ദൂതൻ കളഞ്ഞതും എല്ലാം പെറുക്കി കിട്ടി ബാഗ് നിറച്ചുകൊണ്ട്. എന്നാൽ ഇടുക്കുവാതിലൂടെ അകത്ത് കയറത്തില്ല. നിങ്ങൾ ഇതിൻ്റെ പുറത്ത് നിൽക്കേണ്ടതായി വരും. സാധാരണക്കാരനല്ല പറഞ്ഞത്. റെയ്നഡ് ബോങ്കയുടെ അവസാന സന്ദേശങ്ങളിൽ ഒന്നാണ്, നിങ്ങൾ ഇടുക്കുവാതിലിൻ്റെ വെളിയിൽ നിൽക്കേണ്ടതായി വരും. അകത്ത് കയറാൻ ഒക്കത്തില്ല. ഇന്ന് പകൽക്കാലമേ നമുക്കൊന്ന് പറയാം. തൻ്റെ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, അല്പം അപ്പം വിശപ്പിന് അല്പം വെള്ളം ദാഹിക്കിൽ, ഇത് കിട്ടിയ മതി കർത്താവേ, നിത്യതയാണ് എൻ്റെ ലക്ഷ്യം. ഇന്ന് പകൽക്കാലം ദൈവവചനം പറഞ്ഞേ മതിയാകൂ. നിത്യതയാണ് എൻ്റെ ലക്ഷ്യം. ഇടുക്കുവാതിലൂടെ അകത്ത് കയറുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇടുക്കുവാതിലൂടെ കയറുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ രാജ്യത്വവും വിവാഹവുമാണ് തൊടാനുള്ളത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സഭ മധ്യാകാശത്തിലെത്തിയ ശേഷം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളടക്കം. ഒന്ന്, യേശുവിൻ്റെ കിരീടധാരണം. താൻ ഇന്നും കിരീടം ധരിച്ചിട്ടില്ല. ഈ ഭൂമിയെ വീണ്ടെടുത്ത ശേഷമേ താൻ കിരീടം ധരിക്കത്തുള്ളൂ. 2, യേശുവിൻ്റെ വിവാഹം. എൻ്റെ വിവാഹത്തിന് ഞാൻ പോകാൻ ഇറങ്ങി നിന്നപ്പോൾ പാടിയ പാട്ടാണ് ഇന്ന് സഭായോഗത്തിന് കർത്താവിൻ്റെ ദാസൻ ഇവിടെ പാടിയേ. വർഷം ഒത്തിരി കഴിഞ്ഞില്ല, എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വിവാഹത്തിന് പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി. മിക്കവാറുടെയും പേരുടെ വിവാഹത്തിന് അത് തന്നെയായിരിക്കും പാടിയത്. എൻ്റെ വിവാഹത്തിന് പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി നിന്നപ്പോൾ പാടിയ ആ പാട്ടാണ് ഇന്ന് കർത്താവിൻ്റെ ദാസൻ ഇവിടെ പാടിയത്. ഞാൻ പെട്ടെന്ന് ഓർത്തു, എൻ്റെ ഭാര്യയുടെ വീട്ടിൽ എന്തോ പാടിയെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ തന്നെയായിരിക്കും, അല്ല എന്നെ പാടാൻ ഇതൊക്കെ തന്നെയായിരിക്കും. ഒരു നന്മയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവപൈതലേ, നിത്യതയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുവാൻ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി. ഒരു വശത്ത് പരിശുദ്ധാത്മാവളെ ഒരുക്കുക, മറുവശത്ത് സഭ ഇത് പ്രസംഗിക്കുക. പക്ഷെ സ്വയം ഒരുങ്ങുവാൻ തോന്നാത്ത ആരെയും ഒരുക്കാനൊക്കത്തില്ല. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. യേശുവിൻ്റെ വിവാഹത്തിനും യേശുവിൻ്റെ അവൾക്ക് വിശേഷമായി ശുഭ്രവസ്ത്രം, വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. കുഞ്ഞാടിൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ, നീതിയിൻ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ച അബ്രഹാമിൻ്റെ സന്തതിയായി മാറുവാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സമയം ഓൾമോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടോട്ട് നിർത്താൻ പോകാം. ഇതേ സമയം ഭൂമിയിൽ പല കാര്യങ്ങൾ നടക്കും. ഫോളിങ് അവേ ഫ്രം ഫെയ്ത്ത്, ഫോൾസ് ക്രൈസ്റ്റ് അവരെഴുന്നേറ്റ് വരും. ഫോൾസ് പ്രോഫറ്റ്സ് അവരെഴുന്നേറ്റ് വരും. സൈറ്റനിസം ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. റിബലിയസ് ജനറേഷൻ എഴുന്നേറ്റ് വരും. അതേ സമയത്ത് മെറ്റീരിയലിസം നടന്നുകൊണ്ടിരിക്കും. വേൾഡ് വൈഡ് ലവ്, ദ ലവ് ഓഫ് ദ വേൾഡ്, ലോകസ്നേഹം വളരും. ഫിയർ ഓഫ് മാൻ, ദൈവഭയം കുറഞ്ഞുകൊണ്ട് മനുഷ്യനെയുള്ള ഭയം പുറത്തു വരും. സെക്ഷൽ ഇമ്മോറാലിറ്റി ധാരാളമായി വരും. ഡൈല്യൂട്ടഡ് ഗോസ്പൽ, വെള്ളം ചേർത്ത സുവിശേഷം പുറത്തു വരും. ഇച്ചിങ് ഗോസ്പൽ, കാതിന് ഇമ്പകരമായ ഉപദേശം കേൾക്കും. മോക്കേഴ്സ്, പരിഹാസികൾ കൂട്ടമായി എഴുന്നേൽക്കും. അതേസമയം പവർ മിനിസ്ട്രി നടന്നുകൊണ്ടിരിക്കും. ഒരു ഉണർവ് നടക്കും. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ വളരെ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു വന്ന കർത്താവേ, അനേക ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേരെ കാരണമില്ലാതെ ജയിലിൽ പാർപ്പിക്കുന്നു. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ അംശം പോലും ഒരു സാധാരണക്കാരൻ അനുഭവിക്കാനില്ല. എന്തെങ്കിലും ഞങ്ങളോടൊരു മറുപടി പറയാനുണ്ടോ? ഞാൻ ഏറെക്കുറെ 20 ദിവസത്തോളം പ്രാർത്ഥിച്ചു. ഈ ഉപവാസ പ്രാർത്ഥന തന്നെ 19 ദിവസം പ്രാർത്ഥിച്ചു. 18 നിങ്ങൾക്കറിയാമോ, ജനുവരി മാസം 1-ാം തീയതി രാവിലെ എനിക്കൊരു കോള് കിട്ടി. ഡിസംബർ മാസം 1-ാം തീയതി രാവിലെ എനിക്കൊരു കോള് കിട്ടി. പാസ്റ്ററെ, കഴിഞ്ഞ ദിവസം നടന്ന ആ ആത്മീയ ശുശ്രൂഷയിൽ എൻ്റെ ശരീരം ചർച്ച് ഹോളിനകത്തോട്ട് വീണു. ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. പോയി എം എ വർഗീസിനോട് പറയാൻ. ഇത് എം എ വർഗീസിൻ്റെ ആദ്യത്തെ അനുഭവമല്ല.
ഇതുപോലെ പല ആവർത്തി പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഈ വ്യക്തി വന്ന് പറഞ്ഞു, ഇന്ന് മണിപ്പൂർ ആകപ്പാടെ തകർന്ന് കിടക്കുക, പക്ഷെ പാസ്റ്ററെ മണിപ്പൂരിൽ ദൈവം കൈനീട്ടാൻ പോവാ, അവിടെ ഒരു ഉണർവ് നടക്കും, അവിടെ ഒരു ഉണർവ് നടക്കും. ഇറാനിലും ഇറാഖിലും ഉണർവ് നടക്കും. പ്രൈസ് ദ ലോർഡ്. ആഫ്രിക്കയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുകയാ, പക്ഷെ അവിടെ ഒരു ഉണർവ് നടക്കും. കർത്താവേ, അത് ബേഥേലിലെ പൊരി ആരംഭിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചോദിച്ച പല കാര്യങ്ങൾക്കും ദൈവം മറുപടി തരുവാൻ ദൈവിക ശുശ്രൂഷകൾക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അത് ദൈവവുമായി ബന്ധമുള്ള ദൈവമൊക്കെക്കറിയാം. അതുമായി പരിചയമില്ലാത്തവർ അതില്ലെന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും നോബഡി കെയർ ആൻഡ് വി നെവർ ലിസൺ. ഇച്ചിങ് ഗോസ്പൽ സ്വർഗത്തോടെ നടന്നുകൊണ്ടിരിക്കും. ക്രിസ്ത്യൻ മാർട്ടിയേഴ്സ് എഴുന്നേറ്റുകൊണ്ടിരിക്കും. ഉണർവുകൾ നടക്കും. ഗ്ലോബൽ ഇവാഞ്ചലൈസേഷൻ നടക്കും. വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നടക്കും. അന്യദൈവങ്ങളെ ആരാധിക്കുന്ന വർഷിപ്പ് ഓഫ് സ്ട്രേഞ്ച് ഗോഡ്സ് അതും ധാരാളമായി കാണും. അതിൽ ആദ്യമായി വിശ്വാസത്യാഗം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് പ്രതിഷ്ഠ ചെയ്തവർ, എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രത്യേകതകൾ ഉണ്ടായിരിക്കുമെന്ന് പ്രതിഷ്ഠ ചെയ്തവർ അതിൽ നിന്ന് പിന്മാറുന്നത് കാണാം. വിശ്വാസത്യാഗം. തണ്ടേ പുറപ്പാട് പുസ്തകത്തിന് 32:5 അഹരോൻ അത് കണ്ടാറേ അതിൻ്റെ മുൻപാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്കൊരു ഉത്സവം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. എന്താ സംഭവം എന്ന് ഓർമ്മയുണ്ടോ? മിസ്രയീമിൻ്റെ കൾച്ചർ തകർത്തേച്ച് മിസ്രയീമിൽ വെച്ച് ചോരത്തെളിയും പെസഹായും ആചരിച്ച് ചെങ്കടൽ കടത്തി കൊണ്ടുവന്ന ജനം മരുഭൂമിയിലെത്തി. ചില ദിവസങ്ങൾ മോശയെ കാണാതെ ഇരുന്നപ്പോൾ ജനമെല്ലാം കൂടെ പറഞ്ഞു, ഒരു പകരക്കാരൻ ദൈവത്തെ ഉണ്ടാക്കാം. മിസ്രയീമിൽ നിറയ്ക്കിയ ദൈവത്തെ കാണുന്നില്ല, വിടുവിച്ച ദൈവത്തെ കാണുന്നില്ല, സൃഷ്ടാവിനെ കാണുന്നില്ലെന്ന് ഞാൻ ഇന്നത്തെ ഭാഷയിൽ പറയാം. അതുകൊണ്ട് തൽക്കാലം മുമ്പിൽ നടക്കാൻ മറ്റൊരു ദൈവത്തെ വേണം. അഹരോൻ പറഞ്ഞ അതിനെന്താ, നമുക്ക് പഴയ കൾച്ചറിലോട്ട് പോകാം. അഹരോൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, മിസ്രയീമിൽ കാളയാണ് ആരാധിച്ചിരുന്നത്. ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ മുൻപിലേക്ക് നിർത്തിയേച്ചൊരു വിളിച്ചു, വരുവീൻ, നാളെ യഹോവയ്ക്കൊരു യാഗമുണ്ട്. നീ ആർക്കട യാഗം കഴിക്കുന്നേ? കാളയ്ക്കാന്ന് പറഞ്ഞാൽ ആരും വരികയില്ല. അതുകൊണ്ട് പറയാം യഹോവയ്ക്ക്. സംശയമുള്ളവർ ഒന്നുകൂടെ വായിച്ചു നോക്കണം. പുറപ്പാട് പുസ്തകം 32:5 നാളെ യഹോവയ്ക്കൊരു യാഗം. ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് മാറി, പ്രമാണങ്ങളിൽ നിന്ന് മാറി ജനത്തെ കെട്ടഴിച്ചു വിട്ടാൽ പല കാളകളും അകത്തു വരും. അതല്ല ദൈവത്തെ സേവിക്കുന്നത്, അത് വ്യത്യസ്തമാണ്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യൻ അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയും വേണം. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞേച്ച് ഇന്നത്തെ മെസ്സേജ് നിർത്തിയേക്കാം. പഴയ നിയമത്തിൽ മനശ്ശ എന്നൊരു രാജാവിനെ കാണാം. ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ശക്തമായി ദൈവനോട് ഇടപെട്ട ഒന്നാം. മനശ്ശ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. 2 രാജാക്കന്മാർ 21:3-4 വാക്യങ്ങളിൽ ആഹാബ് ചെയ്തതുപോലെ അവനൊരു അശേര പ്രതിഷ്ഠയെ സ്ഥാപിച്ചു. ആകാശത്തിലെ സർവ്വ സൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു. യെരൂശലേമിൽ ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. ഇസബേൽ എന്ന സ്ത്രീയുടെ മടങ്ങിവരവാ. ഇസബേൽ എന്ന സ്ത്രീയുടെ മടങ്ങിവരവ് അത് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. അവൾ ദേവാലയത്തിൽ വന്നിരുന്ന് തൻ ദൈവമെന്നോ പൂജാവിഷയങ്ങളെന്നോ പേരുള്ള സകലത്തിൻ്റെ മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണെന്ന് തെസ്സലോനിക്ക ലേഖനം പറഞ്ഞു. തൻ്റെ ആഹാബിൻ്റെ മകൻ വന്ന് ഹിസ്കിയാവിൻ്റെ മകൻ. ഇവൻ്റെ ഈ മനശ്ശയുടെ ചില പ്രത്യേകതകളൊന്ന് നോക്കിക്കോണേ. ഒന്നവൻ ഹിസ്കിയാവിൻ്റെ മകനാണ്. ഹിസ്കിയാവാണ് ഇസ്രായേൽ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ജനത്തെ ഭരിച്ച് ദൈവത്തിൻ്റെ പ്രീതി വാങ്ങിച്ചവൻ. അവൻ്റെ ശുശ്രൂഷ കാലയളവിൽ ആഹാസിൻ്റെ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയ നിഴലിനെ 10 പടി പുറകോട്ട് തിരിയുമാറാക്കിയ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സമയം മാറുമാറ് ഭൂഗോളത്തെ പുറകോട്ട് കറക്കിയവനാണ് ഹിസ്കിയാവ്. അവൻ്റെ ഭക്തിയുടെ മാനദണ്ഡം അതായിരുന്നു. ആ ഹിസ്കിയാവിൻ്റെ മകൻ ദൈവിക സംസ്കാരം കണ്ട് വളർന്നവൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കേട്ടും കണ്ടും അനുഭവിച്ചവൻ, 12-ാമത്തെ വയസ്സിൽ രാജസ്ഥാനത്തേക്ക് ദൈവം കയറ്റിയവൻ, സ്വാധീനമുള്ളവൻ. പക്ഷേ അവൻ ലോകത്തോടുകൂടെ ഇറങ്ങിയതിനാൽ വീണുപോയ ദൂതന്മാർ
ലോവർ പവേഴ്സ്, ആകാശത്തിൻ്റെ ശക്തികൾ അവനെ സ്വാധീനിക്കുകയും ഇസബേലിൻ്റെ വഴിയിൽ അവൻ ദേവാലയത്തിൽ മ്ലേച്ഛ വിഗ്രഹങ്ങളെ വയ്ക്കുകയും ആകാശ ശക്തികൾക്ക് കാഴ്ചവെക്കുകയും ചെയ്ത കാര്യം കാണാം. ദൈവത്തിന് വേണ്ടത് നെറ്റിമേൽ ദൈവത്തിൻ്റെ പേരുള്ള ഒരു കന്യകയാ. We shall appear like him. 1 യോഹന്നാൻ 3:2. The father's name written on their forehead. അവരുടെ നെറ്റിമേൽ യഹോവയുടെ നാമം ഉണ്ടായിരിക്കും. എന്നെ കണ്ടാൽ തിരിച്ചറിയുവാൻ, എന്നോട് ഇടപെടുന്നവർ തിരിച്ചറിയുവാൻ അനേക ലക്ഷണങ്ങളും പിശാച് കാണിക്കുമ്പോൾ, അനേക സൈനികളും പിശാച് കാണിക്കുമ്പോൾ, ആകാശത്തിൻ്റെ അധിപൻ പലതും കാണിച്ചു വെക്കുമ്പോൾ, എൻ്റെ ദൈവത്തിന് ചെയ്യാനുള്ളത് തൻ്റെ ആത്മാവിനാൽ മുദ്രയിട്ടു. നെറ്റിമേൽ പിതാവിൻ്റെ നാമമുള്ള എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. അതിനെ തുടർന്ന് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയാണ്. മത്തായിയുടെ സുവിശേഷം 22:12 കല്യാണ സദ്യക്ക് വന്നവരുടെ ചരിത്രം കാണാം. വെളിപ്പാട് 19:9 കല്യാണ വസ്ത്രം ധരിക്കാതെ ആരും അതിനകത്ത് കയറരുത്. കല്യാണശാലയിൽ വിളിക്കപ്പെട്ട വധുവല്ല വരനുമല്ല, കല്യാണത്തിന് വന്നു ചേർന്നവരെ കുറിച്ച്, അതിഥികളെ കുറിച്ച് തിരുവചനം പറഞ്ഞു. വെള്ളവസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചവളായ അതിഥികൾ കല്യാണത്തിന് വന്നിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 22:12 വായിക്കേണ്ടതായിരുന്നു, വായിക്കുന്നില്ല. യേശു പറഞ്ഞൊരു പദമുണ്ട്, കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരുവൻ വിരുന്നുശാലയുടെ അകത്ത് കയറി. അവനോട് യജമാനൻ വന്നൊരു ചോദ്യം ചോദിച്ചു, സ്നേഹിത, നീ എങ്ങനെ ഇതിനകത്ത് വന്നു? അവന് വാക്കുമുട്ടി. അവൻ കല്യാണ വസ്ത്രം ധരിച്ചിട്ടില്ല, മിടുക്കനായി വന്നതാ. അന്ന് യേശു പലരോടും പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, തെരുവുകൾ തോറും നടന്ന് പഠിപ്പിച്ചു, വൻകിട ക്രൂസേഡുകൾ നടത്തി. പറഞ്ഞ എല്ലാം നല്ല കാര്യം, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ദാസന്മാരെ വിളിച്ചേച്ച് പറഞ്ഞ്, കെട്ടവനെ കയ്യും കാലും പൊക്കി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലോട്ട് തള്ള്. ഇന്ന് പകൽക്കാലം ഇത് വരാതെ, നിമ്രോദിൻ്റെ പുറകെ പോകാതെ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അതിനുവേണ്ടി നമ്മെ ഒന്നുകൂടെ പ്രതിഷ്ഠിക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാമോ? പ്രാർത്ഥിച്ച് എന്നോട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ബേഥേൽ എന്നെ അനുഗ്രഹിക്കുന്നു. തവേ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ശക്തിയേറിയ ആത്മീയ സെക്ഷനുകളിലൂടെ കടന്നു